എന്നിട്ട് ബാക്കി പൂർത്തിയാക്കാനേ. അപ്പൊ ഇയാൾക്ക് തോന്നി താൻ വലിയ പരീക്ഷണത്തിന് വിധേയനായൊരു ബോധ്യപ്പെട്ട സ്വറൂഖ് തന്റെ ഷെയ്ഖ് ഹദറമിയുടെ അടുക്കൽ പോയി അഭയം തേടുകയാണ് ഉണ്ടായത്. നോക്കണം നിങ്ങൾ സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ ഒരു വലിയന്റെ അടുത്ത് സുന്ദരികളായ ഭാര്യമാരുണ്ടാവുന്നല്ലാതെ സുന്ദരികളായ അന്യവണ്ണുണ്ടാവില്ല. എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്ക. ഇവർക്ക് അങ്ങനെയല്ലോ, കള്ളുടിക്കുകയാണെങ്കിൽ ഇവര് പറയുന്നത് അത് തേനാ. കള്ളുടിക്കുകയാണെങ്കിൽ പറയും അത് തേനാണ്. അങ്ങനെ പല കറാമത്തൊന്നും ഞാനായിട്ടൊന്നും കിടക്കുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ സുന്ദരികളുടെ ഒപ്പം കഴിയുന്ന ഔലിയാക്കന്മാരെ ഏത് സുന്നത്ത് ജമാഅത്താ പരിചയപ്പെടുത്തിയത്? നിങ്ങൾ മറുപടി പറയണം. ഈ നാട്ടുകാർ പഠിച്ചു വെക്കണം. ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റും ഈ നാദാപുരത്തെയും പരിസര പ്രദേശങ്ങളിലെയും എന്റെ ബഹുമാനപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ ഓരോന്നോരോന്ന് കുറിച്ചു വെക്കണം. മറുപടി എന്ന് പറഞ്ഞാണ്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതിനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആരാ നോക്കണ്ടേ? ഇനി സുഹൃത്തുക്കളെ, വേറൊരു ഔലിയയുടെ വലിയൊരു കാര്യം എന്താ? ഇത് ഒരു ഔലിയപ്പാപ്പാടെ പുസ്തകമാണ്. അശ്ശൈഖ് ബർദാൻ തങ്ങൾ, മാർഗോ ബദ്രാൻ അല്ല, ബദ്രാൻ തങ്ങളല്ല, ആരാ അമേരിക്കക്കാരിയാണ്. ഇത് ബർദാൻ തങ്ങളാണ്. ബർദാൻ തങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചരിത്രം. മൂപ്പരെ കാര്യമായ കറാമത്ത് എന്താണെന്നറിയോ? ആരെ കണ്ടാലും മൂപ്പര് വിളിക്കും പട്ടി. മൂപ്പര് വിളിയാണ്, സ്നേഹിച്ച് വിളിക്കാണ് പട്ടി. കേട്ടോളി, ആരെ കണ്ടാലും പട്ടി എന്നുടൻ വിളിക്കും. കയ്യിലുള്ളതെല്ലാം മഹാനവറുകൾക്ക് നേരെ നീട്ടിയാൽ നേർച്ചയാക്കിയത് മാത്രം എടുക്കും. ഒരു കേട്ടോളി, പട്ടി എന്ന പോലെയുള്ള ചില പ്രയോഗങ്ങൾ മഹാനവറുകളിൽ നിന്നുണ്ടായിരുന്നു. അതിന്റെ രഹസ്യം നമുക്കറിയില്ല, ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയാം. ഒറിജിനൽ പിരാന്ത്. ഈ ഹെഡിങ്ങനെ നോക്കൂ നിങ്ങൾ. ഇതാ, മകളുടെ അസുഖം മാറിയപ്പോൾ നേർച്ച മറന്നോ പട്ടി. എന്നോട് ക്ഷമിക്കട്ടോ, ഒരു നിർവാഹമില്ലാഞ്ഞിട്ട് വായിക്കുക. കാരണം ഈ ചെങ്ങായി, ഞാനിവിടെ പലപ്പോഴും സുഹൃത്തുക്കളെ പലതും ഈ പരിസരത്തൊക്കെ ഒരു 10-14 കൊല്ലം മുമ്പൊക്കെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്, കടവത്തൂരിലും പരിസര പ്രദേശങ്ങളിലൊക്കെ. അന്നൊക്കെ ഈ ചെങ്ങാതി പറയും, മൗലവി ഇവിടെ വന്നിട്ട് കുറെ പച്ചക്കള്ളം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ഉള്ള പുസ്തകമൊക്കെ ഒന്ന് കാണിച്ചു പോകാന്ന് വിചാരിച്ചു. നോക്കി നിങ്ങൾ, എന്താണെന്നറിയോ? ഇയാൾ മകളുടെ അസുഖം മാറിയപ്പോൾ നേർച്ച മറന്നോ പട്ടീന്ന് ചോദിക്കണം. എന്താ? ഒരു മൊയ്ലിയാര്, ചുരുക്കി പറയാം, ഒരു മുസ്ലിയാര്, അയാളെ മകൾക്ക് എന്തായി? അസുഖമായപ്പോ മൂപ്പർ ഒരുപാട് ചികിത്സിച്ചു. ചികിത്സ ചെയ്തിട്ടൊന്നും ഫലല്ല. അപ്പൊ അവസാനം മൂപ്പർ എന്ത് തീരുമാനിച്ചു? ബർദാൻ തങ്ങൾക്ക് ഒരു ചായ മേടിച്ചു കൊടുക്കാൻ നേർച്ചയാക്കാനാണ്. ബർദാൻ തങ്ങൾക്ക് ഒരു ചായ വാങ്ങി കൊടുക്കാൻ നേർച്ച. ഇയാൾ നേർച്ച നേരേണ്ട താമസം ഉടനെ എന്ത് ചെയ്തു? ഉടനെ തന്നെ ഈ കുട്ടിയുടെ അസുഖം മാറിയിട്ട് ഇയാൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുകയാണ്. ഹമീദ് മുസ്ലിയാർ ഇങ്ങനെ നടന്നു പോകുമ്പോ ഉപ്പാപ്പാനെ കണ്ടപ്പോ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചതാണ്, ഈ ഹമീദ് മുസ്ലിയാര് ഇയാളോട് ഇയാളെ കണ്ടപ്പോ പറഞ്ഞതാണെന്ത്? ഈ ഔലിയപ്പാപ്പ തിരിച്ചു ചോദിച്ച്, അപ്പൊ ഇയാളെന്താ നേർച്ചക്കടം വീട്ടിയിട്ടില്ലട്ടോ, ചായ വാങ്ങിക്കൊടുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ആ നേർച്ചക്കട ഇയാൾ വീട്ടിയിട്ടില്ല. ആ സമയത്താണ് നേർച്ചക്കടം വീട്ടാത്ത ഈ മുസ്ലിയാരെ ഈ ഷെയ്ഖ് കാണുന്നത്. അപ്പൊ എന്താ ചോദിക്കുന്നത്? മകളുടെ അസുഖം മാറിയപ്പോൾ നേർച്ച മറന്നോ പട്ടി? എന്റെ മകളെ അസുഖം മാറിയപ്പോ നേർച്ച മറന്നോ ദേശേൻ? ഉപ്പാപ്പ വിളിച്ചു പറഞ്ഞു. ഹമീദ് മുസ്ലിയാർ അമ്പരന്നു. അദ്ദേഹത്തിന് തന്റെ നേർച്ചക്കാര്യം ഓർമ്മ വന്നു. നേർച്ചക്കടം വീട്ടി. മറന്നതിൽ മഹാനവറുകളോട് ക്ഷമ ചോദിച്ചു. വലിയ മഹാനാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല, ഒരു മുഅ്മിൻ തെറി പറയൂല, ഒരു മുഅ്മിൻ അശ്ലീലം പറയൂല, ഒരു മുഅ്മിൻ ചീത്ത പറയുകയില്ല. അതിന് മുഅ്മിനിന്റെ നാവ് പറ്റൂല. ഇതാരടാ? ഇത് ഇവരുടെ പുസ്തീകരണത്തിൽ വന്നതാണ് സുഹൃത്തുക്കളെ. ഇനിയോ ഈ വലിയ കറാമത്ത് എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി എന്താ? സഹാബത്തിനെയും കൂട്ടിയിട്ട് നിസ്കാരം നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തേക്ക് തന്റെ ഇരു കരങ്ങളും ഉയർത്തിയിട്ട് നിന്നങ്ങ് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന റബ്ബങ്ങ് കേട്ടിട്ട് മഴയങ്ങ് ശരശരാ എന്ന് മദീനത്ത് പെയ്തു. സംശയമുണ്ടോ? ഇല്ല. അള്ളാഹുടെ റസൂല് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, നിന്നു പ്രാർത്ഥിച്ചു, കൈയങ്ങ് ഉയർത്തിയിട്ട് നിന്നു പ്രാർത്ഥിച്ചു. ഉടനെ മഴ കിട്ടി. ഇവരാ ഉലിയയോ?
ഇത് സുന്നത്ത് മാസിക, സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ മാസിക. അതിൽ കാണാം വേങ്ങര കോയപ്പാപ്പയുടെ കറാമത്ത്. വേങ്ങര കോയപ്പാപ്പയുടെ കറാമത്ത് എന്താ കേട്ടോളി, പെട്ടെന്ന് വായിക്കാം. കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു. തങ്ങളെ മഴല്ല. വേങ്ങരക്കാരി എന്നിട്ട് കോയപ്പാപ്പാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, തങ്ങളെ മഴല്ല. ഉടനെ തന്നെ മൂപ്പരെന്ത് ചെയ്തു, ഓ മഴയില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പര് ഉടുതുണി പൊക്കി അങ്ങ് മൂത്രിച്ചു. മഴയില്ലാത്തതിനെ അള്ളാഹുവിന്റെ റസൂല് നിന്നാണ് പ്രാർത്ഥിക്കല, ഇയാളോ തുണിയാണ് പൊക്കിയിട്ടാണ് മൂത്രിച്ച്. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. മൂപ്പരാണ് മൂത്രയിച്ചതോടുകൂടി തകർപ്പൻ മഴ വരുന്നു. ഇനി അതല്ലപ്പോ ഇതിന്റെ രസം, ഒരിക്കലൊന്നുമല്ല, ഒരു കറാമത്തായിട്ട് അടുത്ത വരി കേട്ടോളി. വലിയ കാര്യമായിട്ട് പറയണം. മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊന്നുമല്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മഹാനവറുകൾക്ക്. മൂപ്പര് മുണ്ട് പൊക്കിയിരുന്നു, അങ്ങ് ചേതൊഴിക്കും. അപ്പൊ വരും തകർപ്പൻ മഴ വരും. നിങ്ങളെ മാസികയിലുള്ളതല്ലേ? പിന്നെ മൂപ്പര വലിയ കറാമത്ത് എന്താ? കോയപ്പാപ്പ കുളിക്കുന്നതായി ആരും കണ്ടിരുന്നില്ല. പക്ഷേ മഹാന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കോ വാസനയോ ഉണ്ടായില്ല. കുളിക്കലില്ല, എന്നാലും വാസനയൊന്നുമില്ല. അതാണ് വലിയ കറാമത്ത്. അങ്ങനെ സുഹൃത്തുക്കളെ, ഔലിയാക്കന്മാരെ ഈ നിലക്ക് പരിചയപ്പെടുത്തി അള്ളാന്റെ സ്ഥാനത്തേക്കാണ്ട് ഉയർത്തിയിട്ട് അവസാനം എന്തായി എന്നറിയോ? മുശ്രിക്കുകൾ പോലും മഴ തരുന്നത് അള്ളാഹെന്നാ വിശ്വസിച്ചത്. എന്നാലോ ഇവരിപ്പോ എവിടെ എത്തിയെന്നറിയോ? മഴ തരുന്നത് മൊഹീദ്ദീൻ ശൈഖാന്നാ ഇപ്പൊ പറയുന്നത്. മൊഹീദ്ദീൻ ശൈഖിനോട് പറയണത് നിങ്ങൾ മഴ തരുന്ന ആളാണ്. വെറുതെ പറയണല്ല, ഇത് കുത്തുബിയത്താണ്. ഈ കുത്തുബിയത്ത് എന്ന് പറയുന്ന സാധനം ഇതില് എന്താ പറയുന്നറിയോ? ഇതാരാ ഉണ്ടാക്കിയത്? ഇത് ഉണ്ടാക്കിയത് സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ്. കായൽ പട്ടണത്തുകാരനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി. അയാൾ ഈ കുത്തുബിയത്ത് ഉണ്ടാക്കാൻ എന്താ കാരണം? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞെഴുതിച്ചതാണെന്നാണ്. സുഹൃത്തുക്കളെ, മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞെഴുതിച്ചു എന്നാണ്. എന്താണ്? ഒരിക്കല് ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഉറങ്ങുമ്പോ ഒരു രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഒരു സുമുഖൻ വിഷാദമുഖത്തോടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എന്റെ പിതാമഹന്റെ മധുഹുകൾ മാത്രം പറഞ്ഞ് എന്നെ തീരെ വിസ്മരിക്കുന്നതിൽ എനിക്ക് പരിഭവമുണ്ട്. കണ്ടോ? ഒരാള് വന്നിട്ട് സദഖത്തുല്ലാഹിൽ ഖാഹിരിനോട് സ്വപ്നത്തിൽ പറഞ്ഞു, ഈ റസൂലുള്ളാഹിയുടെ മധുഹ് മാത്രമാണല്ലോ പറയേണ്ടത്, എന്താ എന്നെ പറ്റി എഴുതാത്ത? എന്നെ പറ്റി എന്താ നിനക്കൊന്നും എഴുതാല്ലേ എന്ന് ചോദിച്ചു. സ്വപ്നമുണർന്നപ്പോൾ അടയാളത്തിലൂടെ ആഗതനെ മനസ്സിലായി. ഷെയ്ഖ് മുഹീദ്ദീൻ ആയിരുന്നു ആഗതൻ. പിന്നെ താമസിച്ചില്ല, തന്റെ കാവ്യവചനങ്ങൾ കടലാസിൽ ചിന്തി. അതാണ് സുപ്രസിദ്ധമായ കുത്തുബിയത്ത് എന്ന കാവ്യ സമാഹാരം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെവിടെയുള്ളത്? ദക്ഷിണേന്ത്യൻ സിയാറത്ത് ഡയറി. ഇതെന്തിനാന്നറിയോ ഈ ഡയറി? ഇത് സിയാറത്ത് ഡയറിയാണ്. ഏതെങ്കിലും മനുഷ്യന്മാര് ഖബർ സിയാറത്തിന് പോയിട്ട് സുന്നത്തായ സിയാറത്ത് ചെയ്തിട്ട് വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് ശരിയായ ശിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകാനുള്ള ഡയറിയാണ്. ആരും ശിർക്ക് ചെയ്യാത്തൊരു സിയാറത്ത് ഉണ്ടായിക്കൂടല്ലോ. അതുകൊണ്ട് ശരിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. അതിലാണ് പറഞ്ഞത് കുത്തുബിയത്ത് ഇപ്പൊ ആരുണ്ടാക്കിയതാ? സദഖത്തുല്ലാഹിൽ ഖാഹിരി. അയാളോട് ആരത് ഉണ്ടാക്കാൻ പറഞ്ഞത്? മുഹീദ്ദീൻ ശൈഖ് തന്നെ. ഇജെന്താ എന്നെ മറന്നിക്കണ്? ചങ്ങായി, ഇജ്ജ് എല്ലാരെ കുറിച്ച് എഴുതുണ്ടല്ലോ, എന്നെ കുറിച്ച് എന്താ എഴുതാത്തത്? അങ്ങനെയാണ് മൂപ്പര് എഴുതിയത്. അതിലൊരു വരിയുണ്ട്. ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് വല്ല സഹാബിയുടെ പേരാണ്, അല്ലെങ്കിൽ വല്ല ഇമാമിങ്ങളെ പേരാന്ന് വിചാരിക്കും. ഇയാളെപ്പറ്റി ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ എന്താണെന്നറിയോ? സദഖത്തുല്ലാഹിൽ ഖാഹിരി ആരാന്നാ പറഞ്ഞത്? കുതിരപ്പട്ടാണി. ഇയാള് കുതിരപ്പട്ടാണിയാണല്ലോ. കുതിരപ്പട്ടാണി എന്ന് പറഞ്ഞപ്പോ കാന്തപുരത്തിനോട് അല്ല ഇ.കെനോട് ചോദിച്ചു, നിങ്ങൾ സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണോ കുതിരപ്പട്ടാണി എന്ന് പറഞ്ഞത്? അപ്പൊ മൂപ്പരെ തിരിച്ചു ചോദ്യം, അങ്ങനെ അതുപോലെ എത്ര കുതിരപ്പട്ടാണികൾ ഉണ്ട് എന്നാ ഉപയോഗിച്ച്. എടോ, അങ്ങനെ എത്ര കുതിരപ്പട്ടാണി ഉണ്ട്?
അങ്ങനത്തെ സാക്ഷാൽ ഈക്കയുടെ ഭാഷയിൽ കുതിരപ്പട്ടാണി, വേറെ ചില ആൾക്കാരുടെ ഭാഷയിൽ മല പോലത്തെ പണ്ഡിതൻ. അയാൾ ഉണ്ടാക്കിയ കുത്തുബിയത്തിലൊരു വരി, യാ കുത്തുബാഹിലിസ്സമാ വൽഅർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീനി. ആകാശഭൂമിയുടെ ഖുതുബും ഗൗസുമായ മഹാനവറുകളെ, മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് കേട്ടോ. എന്താ മുഹീദ്ദീൻ ശൈഖിന്റെ വിശേഷണം പറഞ്ഞത്? ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. മുഹീദ്ദീൻ ശൈഖിന്റെ വിശേഷണം എന്തൊക്കെയാണ്? ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാൻ. ഇത് ഇസ്ലാമാണോ? മക്കയിലെ മുശ്രിക്കിന് വരെ വിശ്വാസമുണ്ടോ? മുശ്രിക്കിനോട് വരെ ചോദിക്കുന്നു, ആരാണ് മഴ തരുന്നത്? അവൻ പറയാ അല്ലാഹ്. ഇവരെവിടെ എത്തി? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചോദിച്ചത്? നമ്മളോട് പറയുന്നു, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ കുടിക്കുന്ന, നിങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതെങ്ങാനും അള്ളയൊന്ന് വറ്റിച്ചാൽ നിങ്ങൾക്ക് ആരുണ്ടടോ ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് തരാൻ? റബ്ബിന്റെ വെല്ലുവിളി. ഇവര് വേണമെങ്കിൽ പറയും എഴുതിശേഖണ്ട്. അള്ള വീണ്ടും ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ വെള്ളം കാർമേഘത്തിൽ നിന്ന് താഴോട്ടിറക്കിയത് നിങ്ങളാണോ അതോ നാമാണോ? അല്ലാഹുവിന്റെ ചോദ്യം. എന്താ ഇതിന്റെ അർത്ഥം? അള്ള ഇറക്കുന്നത് വേറൊരാൾക്ക് അതിന് കഴിയൂല. അങ്ങനെ മുഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് സുഹൃത്തുക്കളെ അങ്ങനെ പറഞ്ഞു മുഹീദ്ദീൻ ശൈഖ് അള്ളാഹുടെ സ്ഥാനത്തേക്ക് നേരത്തെ എത്തി എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുടെ സ്ഥാനത്തേക്ക് നേരത്തെ എത്തി. ആ ശൈഖിനെ കുറിച്ചാണ് ഇവരെന്ത് പറഞ്ഞത്? മൂപ്പര് അസ്രായീലിന്റെ കയ്യിൽ നിന്ന്, അസ്രായീൽ എന്നൊരു മലക്കിന്റെ പേരില്ല കേട്ടോ, ഇവരുടെ ഭാഷയിൽ പറയാണ്. വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ സഹീഹായ നിലക്ക്, ഹദീസിൽ സഹീഹായ നിലക്ക് അസ്രായീലിന് കാണാൻ കഴിയൂല. ഖുർആൻ പ്രയോഗിച്ചത് മലക്കുൽ മൗത്ത് എന്നാണ്. അവിടെ അങ്ങനെ പറഞ്ഞാൽ മതി. ഇവരുടെ ഭാഷയിൽ അസ്രായീൽ ഒരു ജീലാനിയുടെ മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദിന്റെ റൂഹ് പിടിച്ചപ്പോ അയാളെ ഭാര്യ വന്നിട്ട് പറഞ്ഞു എന്ത്? എന്റെ പുതിയാപ്പിളിന്റെ കൂടെ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല, മൂപ്പരെ റൂഹാണ് കിട്ടണമെന്ന് പറഞ്ഞു. മുഹീദ്ദീൻ ശൈഖ് പോയിട്ട് അസ്രായീലിനോട് പറഞ്ഞു, ആ റൂഹാണ് കൊടുക്കുക. അപ്പൊ അസ്രായീൽ പറഞ്ഞെന്ത്? അള്ളാടെ കൽപ്പന പ്രകാരം പിടിച്ച റൂഹ എങ്ങനെ ഞാൻ തരിക? മൂപ്പരുടെ ഡ്യൂട്ടിക്കടയിൽ സർവീസിനടക്കം ഇങ്ങനെ ഒരു പരിചയമല്ല. ഇത് ചോദിക്കാൻ വന്നിക്കണ ആള്. അപ്പൊ മൂപ്പര് പറഞ്ഞു തരാൻ പറ്റൂല. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് കുറച്ച് തരൂലെന്ന് ചോദിച്ചു. തരൂലെന്ന് പറഞ്ഞു. ഒറ്റ തട്ട റൂഹ് ഇങ്ങനെ കൊട്ടയിലിട്ട് പോകുക, വല്ല മീനും വാങ്ങി പോകും പോലെ ഇയാളുടെ ഭാഷയിൽ. കൊട്ടയിൽ ഇങ്ങനെ റൂഹുകള ഒറ്റ തട്ട. ആ തട്ടാൻ കൊടുത്തോടുകൂടെ അന്ന് പിടിച്ചുള്ള റൂഹുകളൊക്കെയും ഉണ്ട്. അന്ത കൊട്ടയിൽ ഇന്ന് പിടിച്ച റൂഹുകൾ എല്ലാമേ ഉണ്ട്. എല്ലാം അങ്ങോട്ട് ഭൂമിയിലേക്ക് വീണു. ഞാനതൊന്ന് പാടിത്തരാം, ഒന്ന് കേട്ടോളൂ. എന്തിനാ പാടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പാടുന്നതിന്റെ മുമ്പ് ആ കൊട്ട തട്ടിയ കഥ ഞാന് ഒരു 10-13 കൊല്ലം 15 കൊല്ലം മുമ്പൊക്കെ ഈ കടവത്തൂരിലും പരിസര പ്രദേശങ്ങളിലൊക്കെ അത് പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പലരും പറയണ്, പാറക്കടവത്തൊന്നും ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലും അടുത്ത കാലത്ത് വന്നപ്പോ. അപ്പോ ഇവിടെ അടുത്ത പ്രദേശത്തുള്ള നമ്മളെ പേരോട്ടുകാരൻ മുരിയാര് മൂപ്പര് പറയണേ, മൗലവി പച്ചക്കള്ളം പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അതേതോ തമിളന്റെ മാലയിലുള്ളതാണ്, ഏതോ തമിളന്റെ മാലുണ്ടാവും, ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല, ഞങ്ങളുടെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞതാണ് എന്ന് വളരെ കൃത്യമായി പാറക്കടവ് വെച്ച് നമ്മുടെ പേരോട് പ്രസംഗിച്ച ഭാഗം നിങ്ങൾക്കൊന്ന് കൃത്യമായി ഒന്ന് കാണിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. അഡ്രസ്സുള്ള മാലയാണോ അതോ കളവാണോ
അതോ തമിഴന്റെ മാലയാണോ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കണം. നിങ്ങൾ എല്ലാവരും മൂപ്പരുടെ ആ സൗണ്ട് ഒന്ന് കേൾക്കുക, എന്നിട്ട് ബാക്കി ഞാൻ ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങളുടെ എല്ലാവരെയും ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കണം. ഒരു മൗലവി പറഞ്ഞു, ഈ സുന്നികൾക്ക് ഒരു മൊഹീദ്ദീൻ മാല, ആ മാലയിൽ മാലപാടൽ കാഫറായി പോകുന്ന കാര്യമാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മൗലിദ് ഓതൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, മൊഹീദ്ദീൻ മാലയിൽ പറയുന്നത്, ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാം ഒരാളുടെ റൂഹം പിടിച്ചു പോയി. അങ്ങനെ ആത്മാവ് പിടിച്ചു പോകുമ്പോ ആ കൂട്ടത്തിൽ ഒന്ന് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദ്, മുഹീദ്ദീൻ ശൈഖിന്റെ ശിഷ്യന്റെ റൂഹുണ്ട്. ആ റൂഹും കൊണ്ടാ പോകുന്നത്. അപ്പൊ അത് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദിന്റെ റൂഹാണ്. അതുകൊണ്ട് അത് പിടിച്ചോണ്ട് പോയാൽ പറ്റില്ല, എനിക്ക് തരണമെന്ന് പറഞ്ഞു മുഹീദ്ദീൻ ശൈഖ്. അപ്പൊ അസ്റായീൽ അങ്ങനെ തരാനും പറ്റില്ല. മുഹീദ്ദീൻ ശൈഖ് എന്ത് ചെയ്തു? അസ്റായീലിന്റെ കൊട്ടക്കൊരൊറ്റ തട്ട് കൊടുത്തു. തട്ട് കിട്ടിയപ്പോ ആ കൊട്ടയിൽ അസ്റായീൽ പിടിച്ചിട്ട് എല്ലാ റൂഹും പറന്നുപോയി. ഒറ്റ ഒന്നിന് ചോദിച്ചിട്ട് കൊടുക്കാത്തോണ്ട് എല്ലാം നട്ടായി അസ്റായീൽ പോയി. ഇങ്ങനെ മുഹീദ്ദീൻ മാലയിലുണ്ട് എന്ന് മൗലവിമാര് സാധാരണ എത്രയോ സ്ഥലത്ത് കുറ്റിയാടിയും കടവത്തൂരൊക്കെ മുമ്പേ പ്രസംഗിക്കുന്നതാണ്. നമ്മുടെ 100 പ്രാവശ്യം എന്റെ മറുപടി പറഞ്ഞാണ്. പാറക്കടവിൽ പാറ്റിയായിട്ട് കൊണ്ടുവന്ന് വിളമ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സാധാരണക്കാർ കുട്ടികളുടെ മുഹീദ്ദീൻ മാല മുതലും അവർ വിചാരിക്കുന്ന ഇല്ലാത്തത് അങ്ങനെ മൗലവിമാർ പറയോ, മുഹീദ്ദീൻ മാല ഇല്ലാത്തത് പറയോ എന്ന് നമ്മളെ കുട്ടികൾ വിചാരിക്കുക. വാസ്തവത്തിൽ ഇത് പച്ചക്കള്ളമാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി, നൂറുകണക്കിന് കിതാബുകൾ എഴുതിയ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ്, കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കൊർവായിനൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട്ട് ജനിച്ച് മുഹീദ്ദീൻ ശൈഖിന്റെ ബഹുമാനങ്ങളൊക്കെ കോർവയാക്കി നിങ്ങൾക്ക് മാലയാക്കി പഠിപ്പിച്ചു തന്ന ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് സുന്നത്ത് ജമാഅത്തിലെ വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കി നമ്മളെ വീടുകളിൽ ചൊല്ലിവരാറുള്ള മുഹീദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. ഇത് പച്ചക്കള്ളം മൗലവിമാര് പറയുകയാണ്. ഇതാ മുഹീദ്ദീൻ മാലയിൽ ഇങ്ങനെ ഇങ്ങനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ചില കള്ളത്തരീഖത്തുകാരുണ്ട്. ഞങ്ങൾ ഖാദിരിയ തരീഖത്താണ് എന്നും പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ ആളാണ് എന്നും പറഞ്ഞിട്ട് കള്ളത്തരീഖത്തുമായി നടക്കുന്ന ഒരുപാട് പുത്തൻവാദികൾ ഉണ്ട്. അത്തരം കള്ളത്തരീഖത്തുകാർക്കെതിരെ ഈ പാവപ്പെട്ട ഞാൻ തന്നെ പാറക്കടവിലും ചെക്കിയാടും അതുപോലെ കലാച്ചിയിലും നാദാപുരത്തും എല്ലാ സ്ഥലത്തും കള്ളത്തരീഖത്തുകാർക്കെതിരെ പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ കേസറ്റുകളും ധാരാളം ഉണ്ട്, ലോകമൊട്ടാകെ പ്രസംഗിക്കാറുണ്ട്. അങ്ങനത്തെ കള്ളത്തരീഖത്തുകാരായ ആളുകൾ പല പാട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ പാട്ടുകളിൽ ഒരുപാട് അബദ്ധങ്ങളും ഉണ്ട്. അക്കൂട്ടത്തിൽ ഏതോ ഒരു തമിളൻ മാല ഉണ്ടാക്കി. ആ മാലയിൽ ഇങ്ങനെ ഉണ്ട്. അത് നമ്മളും ആ മാലയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഏതോ ഒരു തമിഴുണ്ടാക്കിയ മാലയാണ്. ആ മാലയും നമ്മളും തമ്മിൽ ഒരു ബന്ധവുമില്ല, പച്ചക്കള്ളമാണ്. ഇതാണ് ആ സാധനം കൊണ്ടിരുന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇതാണ് പുതിയ മുഹീദ്ദീൻ മാല. ഈ പുതിയ മുഹീദ്ദീൻ മാലയിൽ നിന്ന് ഞാൻ ആദ്യം പാടാം. വലിയ ഒരു ഖാദിം മൗത്തായ സങ്കടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരെ, എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവരി. തനിയോന്റെ അരുളാൽ കൂടിത്തതയ്യങ്ങീന തരും ഞാനെന്ന് മാലക്കൂന വിണ്ടോവരി. നബില് കേട്ട് കയ്യിൽ അമരർ പിടിത്തുള്ള സമ്പീലൈ വേഗം പൂടിത്ത് പറന്നോവറി. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നീലുള്ള ഉയരുകളെ തുള്ളി
പറപ്പിച്ച് പാറ്റി വിടുത്തോവർ വിട്ടതൈ കണ്ട് അസ്റായീൽ അല്ലാന്റെ ബലിമഹദറത്തിലെത്തി പറഞ്ഞോവർ അപ്പോൾ മലക്കോട് അല്ലാരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എന്റെ ഹൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്തോവരീ. ഇത് തമിഴന്റെ മാലയല്ല പേരോടാ, ഇത് തമിഴന്റെ മാലയല്ല. ഇത് എഴുതിയത് തമിഴനാണോ? നിങ്ങൾക്ക് ആയുസ് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ നാളെ വന്ന് മറുപടി പറയണം. ഇത് തമിഴന്റെ മാലയാണോ? എന്താ മാല? ആരാ എഴുതിയത് കേട്ടോ? തമിഴനോ? പൊന്നാനി തമിഴ്നാട്ടിലാ? നിങ്ങളെ തമിഴ്നാട് പറഞ്ഞ പൊന്നാനിയാ? കേട്ടോളി, ഇത് പുതിയ മുഹീദ്ദീൻ മാല എന്ന നേർച്ച ഫാട്ടാകുന്നു. അങ്ങനെ തന്നെ വായിക്കാം. ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. തമിഴനല്ല, തമിഴന അണ്ണാച്ചിയല്ല. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി. മുമ്പുള്ള മുഹീദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാള് കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. അത് തമിഴുണ്ടാക്കിയതല്ല. പഴയ മുഹീദ്ദീൻ മാലയിൽ, മുമ്പുള്ള മുഹീദ്ദീൻ മാലയിൽ ഫെടാത്ത പല കശ്ഫ് കറാമത്തുകളും മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റില ഇല്ല. മുഹീദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. കാരണം അള്ളല്ലേ, അള്ളാഹ്ക്ക് 99 ഉണ്ടെങ്കിൽ എനിക്കുണ്ട് 99. കുറയാൻ പറ്റൂലല്ലോ, 98 പോയരുതല്ലോ. അപ്പൊ ശിർക്ക് കുറച്ച് കുറഞ്ഞു പോകില്ലേ? അതിന്റെ ആ ഡിഗ്രി കുറയരുത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട്. തീർന്നോ? തങ്ങളെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേരിനെ ചൊല്ലിയ സവാബിനെ കിട്ടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പേര് പറയുന്നവർക്ക് അള്ളാടെ പേര് പറയുന്നതിന്റെ സവാബാണ്. എന്നാല് മുഹീദ്ദീൻ 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 എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? അല്ലാ 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 എന്ന് പറഞ്ഞ പോലെ. മനസ്സിലായില്ലേ? തീർന്നില്ല. ഇനി ഇതിന്റെ കൂലി കേട്ടോളി. ഇതിനെ പാടുന്നയും അഥവാ പാടുക, ഇതിനെ പാടുന്നയും സൂക്ഷിക്കുന്നയും തലങ്ങളിൽ, പാടണ്ട, അതിങ്ങനെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി. സൂക്ഷിക്കുന്നയും തലങ്ങളിൽ പല ബർക്കത്തുകളും മറ്റും ഉണ്ടാകും. ലാ ശക്ക ഫീഹി, അതിലൊരു സംശയവുമില്ല. കേട്ടോളൂ ഇതിന്റെ അടിഭാഗം. ഇതിനെ പൊന്നാനി മഹ്ദൂം, പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും കൂടിയമ്മ കാനകത്ത് അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഖത തീർത്തതാകുന്നു. ഇത് പരിശോധിച്ച പണ്ഡിതന്മാരാ, അണ്ണന്മാരാ, തമിഴനാ? എന്താ പേരോടെ? അല്പൊക്കെ ഒരു കളവ് പറയുമ്പോ ഈ ജനങ്ങൾ ഇത് കേൾക്കൂലേ? മുപ്പര് വിചാരിച്ചില്ല നമ്മൾ ഈ യന്ത്രം കൊണ്ടുവരുന്നു. ഇതൊരിക്കലും വിചാരിച്ചില്ല. വിചാരിച്ചാൽ എന്താ അടിച്ചു വിട്ടാണ് പോകാന്നാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി ഇതിന്റെ പോലീസ് കേൾക്കണോ? കൊല്ലൊക്കെ പറഞ്ഞുതരാം. ഹിജറ 1348 റജബ് 30 ഈസവിയ അഥവാ ക്രിസ്തുവർഷം 1930 ജനുവരി 1 ബുധനാഴ്ച തിരൂരങ്ങാടി നഗരം പരുപ്പാറപ്പുറത്ത് പൊറ്റയിൽ മുഹമ്മദ് എന്നവരുടെ മിസ്ബാഹുൽ ഹുദ എന്ന അച്ചുകൂടത്തിൽ വെച്ച് അച്ചടിക്കപ്പെട്ടതാകുന്നു. ഏത് അച്ചുകൂടത്തിൽ? ആ പ്രസിന്റെ പേര് വരെയുണ്ട്. നോട്ടീസ്, ഇതിനെപ്പറ്റിയുള്ള നോട്ടീസ്. ഈ പുതിയ മുഹീദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി എന്നവരാൽ ഉണ്ടാക്കപ്പെട്ടതും തമിഴൻ മാലയല്ല, കള്ളത്തരീക്കത്തുകാരന്റെ മാലയല്ല, തമിഴൻ മാലയല്ല. തന്റെ പകർപ്പവകാശം പൊന്നാനി UM അബ്ദുള്ള ആയ എനിക്ക് പുതുതായി സിദ്ധിച്ചതും എന്റെ സ്വന്തം ചിലവിന്മേൽ തിരൂരങ്ങാടി മിസ്ബാഹുൽ ഹുദ പ്രസ്സിൽ നിന്ന് അച്ചടിപ്പിക്കപ്പെട്ടതുമാകയാൽ, മിസ്ബാഹുൽ ഹുദ പ്രസ് മുജാഹിദിന്റെ പ്രസ്സൊന്നല്ലോ, പഠിച്ചു വെച്ചോ, അച്ചടിക്കപ്പെട്ടതുമാകയാൽ മേലിൽ ആർക്കും എന്റെ രേഖാമൂലം സമ്മതം കൂടാതെ അച്ചടിക്കുവാനും അടിപ്പിക്കുവാനും പാടുള്ളതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് UM അബ്ദുള്ള ആൻഡ് കമ്പനി, പൊന്നാനി, മലബാർ, തമിഴ്നാടല്ല, തമിഴനല്ല. എന്നിട്ട് ഈ മാലിൽ എന്താ പറഞ്ഞ്? കൊട്ടയുണ്ട് തട്ടി. കൊട്ടയുണ്ട് തട്ടിയില്ലേ? അന്ന് പിടിച്ച റൂഹുകളൊക്കെ ഈ മുണ്ടാന്ത കൊട്ടയിൽ നിന്ന് റൂഹ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നേ. മൂപ്പർക്ക് അംഗീകരിക്കാൻ കഴിയണില്ല. മൂപ്പര് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കൂല, പച്ചക്കള്ളമാണ്, കള്ളത്തരീക്കത്തുകാരനാണ്, തമിഴനാണ്. നിങ്ങളെ കള്ളത്തരീക്കത്തുകാരൊക്കെ ഇത് അംഗീകരിച്ച പുസ്തകങ്ങളത്. ഇതെന്താ അറിയങ്ങള്?
ഇത് നിങ്ങൾ പറയില്ലേ ഞങ്ങളെ മാലയിലൊന്നുമില്ല, നിങ്ങളെ മാലയിലുണ്ട് എന്നാ പറയുന്നത്. ആരാ പറയണത്? റിഫാഴി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആര്? KVM ബന്താവൂർ, നേരത്തെ പറഞ്ഞ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ. മൂപ്പരിതിൽ പറയണത് ഇത് ശത്രുക്കൾ കെട്ടിച്ചമച്ചതല്ല. ഏത് കൊട്ടതട്ടിയ കഥേ മുജാഹിദുകൾ കെട്ടിച്ചമച്ചതല്ല. കാരണം ഇതിന് അടിത്തറയുണ്ട്, ഇതിന് അടിത്തറയുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമായി പൊരുത്തപ്പെടാത്ത ചിലത് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ വയ്യ. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞത്? ഇത് അംഗീകരിക്കാൻ കഴിയൂല, എന്നാ മാലിയിലില്ല എന്ന് പറഞ്ഞോ? ഉണ്ട്, പക്ഷെ നമ്മളെ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടൂല. ഇനിയോ? അപ്പൊ ഇയാള് പണ്ണനാ, ഇയാള് കള്ളത്തരീക്കത്തുകാരനാ. ഇനി ഉസ്താദിന്റെ തന്നെ ആയിക്കോട്ടെ. ധാരാ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര്, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഫതാവ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം മൂപ്പരോടൊരു ചോദ്യം. പേരോട് ശരിക്ക് പഠിച്ചു വെച്ചോ. പേരോടിനെ അന്ധമായി താങ്ങി നടക്കുന്ന വല്ല കുട്ടികളുമുണ്ടെങ്കിൽ അവരും നോട്ട് ചെയ്തു വെച്ചോ. എന്താ ഇതിൽ പറയുന്നത്? ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ചോളണം. ഇതിൽ പറയുന്ന ആശയം ശരിയല്ല എന്നല്ല ഇയാൾ പറയണത്. എന്നാ ആശയം ശരിയാണെന്ന് ആര് പറയണത്? നെല്ലിക്കുത്ത് പറയണത്. കേട്ടോളി ചോദ്യം. ഇത് മൂപ്പരോട് ചോദ്യം, ഉത്തരവാണ്. ചോദ്യം: മുഹീദ്ദീൻ മാലയിൽ വലിയ ഒരു ഖാദിം മൗത്തായ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഖാദിമിന്റെ റൂഹ് ശൈഖ് അവറുകൾ അസ്റായീലിനോട് പിടിച്ചു പറിച്ചു എന്നും അസ്റായീൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു. ഇത് വിശ്വസനീയമാണോ? നെല്ലിക്കുത്തിനോടുള്ള ചോദ്യം. ഉത്തരം: ഇന്നത്തെ മുഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാല് ഇവരുടെ പഴയ മുഹീദ്ദീൻ മാലയില്ല. ഇതാരുടെയോ സൃഷ്ടിയാണ്, ഇതാരോ ഉണ്ടാക്കിയതാണ്. ശരി, അതിൽ നമുക്കും തർക്കമല്ല. ആരോ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ആളെ പേരും ഞാൻ പറഞ്ഞു, കൊല്ലവും പറഞ്ഞു. ഇതിൽ ആശയത്തിന് തകരാറുണ്ടോ? കേട്ടോളി. ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. വിശ്വസനീയമായിട്ടൊന്നുമില്ല എന്നല്ലോ, അവിശ്വസനീയമായി ഒന്നുമില്ല. എന്താ അതിന് ഇത്ര കുഴപ്പം? മൂപ്പര് കേൾക്കാണ്. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. അപ്പൊ പിന്നെ എന്തായി? മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആൾക്ക് എന്ത് ചെയ്യാ? മലക്കിനെ അടിച്ചിട്ട് അയാളെ കയ്യിൽ നിന്ന് തെറിപ്പിച്ച് റൂഹിന് പിടിക്കാലോ. അപ്പൊ ഇതിൽ അവിശ്വസനീയമായിട്ട് ഒന്നുമില്ലാന്ന് സ്വന്തം ഉസ്താദ് പറയുമ്പോ ശിഷ്യം പറയണേ ഏതോ തമിഴൻ, ഏതോ അണ്ണമച്ചി, ഏതോ കള്ളത്തരീക്കത്തുകാരൻ. നിങ്ങളെ ഉസ്താദിന്റെ പേരാപ്പതൊക്കെ? കള്ളത്തരീക്കത്തുകാരൻ, തമിഴൻ. നിങ്ങൾ ഉസ്താദിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അത് മോശമായി പോയി പേരോടെ. അല്ലേ? ഇങ്ങനെയാണോ ഉസ്താദിന് പേര് കൊടുക്കേണ്ടത്? ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് ഈ പറഞ്ഞുകൊണ്ടെന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറൊരു പുസ്തകത്തിൽ തന്നെ കാണാം വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര പഠനം. ഇതിലും ഇതിനെ അംഗീകരിക്കുകയാണ്. പേരോടൊന്ന് എഴുതി വെച്ചോട്ടെ, ഈ കുട്ടികളൊന്നും മനസ്സിലായിക്കോട്ടെ. ചിലപ്പോ മൂപ്പർക്ക് ചിലപ്പോ തിരക്കിലൊന്നും വായിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണല്ലോ. വഹാബി പ്രസ്ഥാനം ഒരു പഠനം. ഈ പുസ്തകം വാങ്ങുക. ഇതാരതാ? ഞങ്ങളതല്ല, ഹംസക്കോയ ബാക്കവി മുന്നിയൂര്. ആ മുന്നിയൂർക്കാരൻ എഴുതിയതാണ്. അതിന്റെ 46-ാമത്തെ പേജിൽ കാണാം. കേട്ടോളി. മലക്ക് അസ്റായീലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ. വൈദ്യശേഖന്റെ മലക്ക് അസ്റായീലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ. അങ്ങനെ മുജാഹിദീങ്ങൾ നമ്മളെ പറ്റി പറയുന്നുണ്ട്. എന്ത്? വല്ല ഔലിയാക്കന്മാര് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ്. കൂട്ടത്തിൽ പറഞ്ഞതാണെന്ത്? മരിച്ചവർക്ക് മലക്ക് അസ്റായീലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തവർ. എന്നിട്ട് അതിന് മൂപ്പരെ കമന്റ് എന്താന്ന് കേട്ടോളി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല എന്നല്ലേ മൂപ്പര് പറയേണ്ടത്? ഇയാളെ പോലെയാണെങ്കിൽ അയാൾ എന്താ പറയേണ്ടത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല, അസ്റായീലിന്റെ കയ്യിൽ നിന്ന് കൊട്ട തട്ടുന്നു, ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്നല്ല പറയേണ്ടത്. പക്ഷെ ഇയാൾ എന്താ പറഞ്ഞിരുന്നറിയോ? കേട്ടോ, ഇത് എല്ലാ അർത്ഥത്തിലും ഔലിയായിനെയും അവരുടെ കഴിവുകളെയും പരിഹസിക്കൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല. കാരണം മഹത്തുക്കളായ ഔലിയാക്കളുടെ മാലകളിലും മൗലീദുകളിലും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിനെ പരിഹസിച്ചപ്പോ മൂപ്പരുടെ മറുപടി എന്താ?
ഇതൊക്കെ മാലിയിലും മൗലീദിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ വാചകത്തിൽ നിന്ന് എന്ത് കിട്ടി? ഇതൊക്കെ ഞങ്ങളെ മാലിയിലും മൗലീദിലും ഉള്ളത് തന്നെയാണ്, നിങ്ങൾ പരിഹസിക്കേണ്ടതില്ല, ഞങ്ങളത് അംഗീകരിക്കുന്നു എന്നല്ലേ? അല്ലേ പേരോടെ മിസ്റ്റർ പേരോട് അല്ലേ? അല്ലേ? അതിനാണ് ഈ പുസ്തകം വായിക്കുന്നത്. അപ്പോ വളരെ കൃത്യമായിട്ട് വഹാബിസം ഒരു പഠനം എന്നുള്ള പുസ്തകത്തിലും ഈ ആശയം സ്ഥിരീകരിച്ചു. അപ്പൊ ഇയാളും തമിഴൻ, കളതരീക്കത്തുകാരൻ അല്ലേ, പച്ചക്കള്ളം പറയുന്ന ആള്. ഇതാണ് ഇവരുടെ കോലം. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തില് ഇവർക്ക് ഒരു കാര്യം പറയുമ്പോഴും സഹിക്കണില്ല. ഞങ്ങൾ സുഹൃത്തുക്കളെ പലപ്പോഴും പല കറാമത്തും ഞങ്ങൾ വായിക്കലില്ല. അതുപോലത്തെ ഇനിയിപ്പോ പേരോട് നിഷേധിക്കോ, ഞങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസമല്ല. അപ്പൊ അറബിക് കിതാബ് കൊണ്ടുവരും. ഞാൻ അറബിക് കിതാബിന്റെ പേരും പറഞ്ഞുതരാം, തഫ്രീഹുൽ ഖാത്തിർ. അതിൽ ഈ കഥല്ലേ, ഇത് അവിടുന്ന് എടുത്തതാണ് ഈ മാലിയിൽ പറയുന്നത്. നിങ്ങളെ ഭാഷയിലെ തമിഴൻ മാലിയിൽ അടുത്ത വരി കേട്ടോ. എന്താ ഈ വരിയാണ് പറഞ്ഞിട്ട് മൂപ്പര് പറയണ്, കൊടുക്കും വിശേളത്തെ തഫ്രീഹുൽ ഖാത്തിറിൽ കുരീരി ഫാഴിയണ്ടൽ ശൈഖാനോർ. ഇത് തഫ്രീഹുൽ ഖാത്തിറിലുള്ളതാണ്. അതാരെ എഴുതിയതാ? നമുക്ക് ഉസ്താദിനോട് പോയി ചോദിച്ചോക്ക്. എന്നിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറ. എന്നിട്ട് പറയത് ഏതോ തമിഴൻ തഫ്രീഹുൽ ഖാത്തിർ തമിഴൻ എഴുതിയതാ. ഇനി എന്താ കൂട്ടരെ വേണ്ടത്? കളവ് പറയുമ്പോ സൂക്ഷിച്ചു പറയണം. ഇനി സുഹൃത്തുക്കളെ, ഇവർക്ക് ഇതൊക്കെ പറയുമ്പോ സഹിക്കണില്ല. ഞങ്ങൾ സാധാരണ സുഹൃത്തുക്കളെ ജനങ്ങളുടെ മുമ്പിൽ പലതും വായിക്കാറില്ല. എന്താ വായിക്കാത്തെന്നറിയോ? വിഷമം കൊണ്ട്. ഇവര് ചില കറാമത്തൊന്നും വായിക്കാൻ കൊള്ളൂല. പക്ഷെ ചിലതൊക്കെ വായിക്കാതിരുന്നാൽ ഇവരിങ്ങനെ നമ്മളുടെ ഈ ക്ഷമയെ ചൂഷണം ചെയ്യണം. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വാദല്ല. എന്നാ സുഹൃത്തുക്കളെ, ഞാനൊരു കഥ, ഇത് കിതാബാണ്, അറബി കിതാബ്. ഇതിന്റെ പേര് ജാമിഉ കറാമാത്തിൽ ഔലിയാ. ഔലിയാക്കന്മാരുടെ കറാമത്തുകളുടെ ശേഖരം. 1000 ചില്ലാന ഔലിയാക്കന്മാരുടെ കറാമത്തുണ്ട് ഇതിൽ. ഇത് 2 വോള്യം. ഇതിൽ നിന്ന് ഒരു ഭാഗം സുഹൃത്തുക്കളെ, ഞാൻ അതിന്റെ അറബി ഭാഗം ഒന്ന് വായിക്കാം. എന്താ കറാമത്ത് എന്നറിയോ? ഒരു ശൈഖിന്റെ കറാമത്ത് പറയാണ്. എനിക്കത് വായിക്കാൻ വിഷമുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ട് ഞാനൊന്ന് വായിക്കാം. പിന്നെയും പറയണം, കാരണം ഞാൻ ആദരിക്കുന്ന ഒരുപാട് കാരണന്മാരും പല ആൾക്കാരും ഈ മജ്‌ലിസിലുണ്ട്. എന്നാലും ഇതൊന്ന് പറയണം. എന്താണെന്നറിയോ? ഇവര് പലപ്പോഴും ഈ മുജാഹിദീങ്ങൾ കള്ളം പറയണ ഇങ്ങനെ പറയുമ്പോ രേഖാമൂല കിതാബിൽ നിന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന അത് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഈ ജാമിഉ കറാമത്തിൽ ഒരു എഴുതിയതാരാ? അൽ ഖാദി അശ്ശൈഖ് യൂസുഫ് ബിൻ ഇസ്മാഈൽ അൻ-നബ്ഹാനി. വലിയ ശൈഖാണ്, മുജാഹിദിന്റെ കണ്ട കോടാലിയാണ്, ഇവരുടെ പതാക വാഹകനാണ്, വലിയ ഖാദിയാണ് നബ്ഹാനി. ഒരു ഔലിയന്റെ കറാമത്ത് പറയുന്നത് കേട്ടോളീ. വമിൻ കറാമാതിഹി റളിയല്ലാഹു അൻഹു. ഒരു ശൈഖിന്റെ പോരിശ പറയാണ്. എന്താ ശൈഖിന്റെ പോരിശ? കേട്ടോളീ. ഒരു ശൈഖും, ഞാൻ അതിന്റെ മലയാളം പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കാം. ഇത് കുറച്ചിങ്ങനെ കൂടുതൽ വായിക്കുമ്പോൾ നേരം പോകും. ഒരു ശൈഖും അയാളെ മുരീദും കൂടിയും ബാത്റൂമിൽ കയറി. ബാത്റൂമിലേക്ക് കയറിയപ്പോ ഈ ശൈഖിന് മുരീദിനോട് എന്തിനോ ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചപ്പോ ഈ ശൈഖിന് മുരീദിനെ ഒന്ന് അടിക്കണം. വടി തെരഞ്ഞിട്ട് കാണാനില്ല. ഇനിയിപ്പ എന്താ വടി? ഞാൻ അതിന്റെ ബാക്കി അറബി വായിക്കാം. فأخذ الشيخ يحليل نفسه بيديه الاثنتين من تحت إزاره. എന്നാ ഞാൻ പറയില്ല, നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്. മൂപ്പര് തുണിന്റെ ഉള്ളിൽ നിന്ന് അലിഫിങ്ങട്ട് ഉയർത്തിയെന്നാ. അതിങ്ങട്ട് ഉയർത്തിയെന്ന് മാത്രല്ല, ഫതാല തൂലൻ അജീബ. അത് വമ്പൻ നീളായി. നീളം വെച്ചിട്ട് ബിഹൈസു അന്നഹു റഫഅഹു വലാ കതിഫിഹി. ചുമല് വരെ നീണ്ടു. ഒറ്റ അടിയ. വസാറ, അയാൾ അടിക്കാൻ തുടങ്ങി ശിഷ്യനെ. ശിഷ്യനാവട്ടെ വൽ ഖാദിമു യസ്റഹു മിൻ ശിദ്ദത്തിൽ അലമി. വേദന സഹിക്കാഞ്ഞിട്ട് കടന്ന് പൊളയാണ്. വമ്പൻ പടിയല്ലേ. അടി അങ്ങ് പൊട്ടിയപ്പോ ഫഅല ദാലിക മർറാത്തിൻ, പലതവണ അടിച്ചു. പിന്നെ മൂപ്പര് എന്ത് ചെയ്തു? അടി നിർത്തിയപ്പോ അടുത്ത കറാമത്ത് വആദ യഹ്ലീലുഹു ഇലാ മാ കാന അലൈഹി അവല. പഴയ മോഡലിലേക്ക് പോയി.
വടി പഴയ മോഡലിലേക്കായി. തീർന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാൾ പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ, ഇച്ച് വെറുതെ വിചാരിക്കൂ, എനിക്ക് അങ്ങനെ ഒരു സംഗതിയല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തന്റെ കൈ പിടിച്ചിട്ട് മൂപ്പർ അവിടെ അങ്ങനെ തടവിപ്പിച്ചുത്രേ. നോക്കടാ, എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? നോക്കുമ്പോ എന്താണെന്നറിയോ, അതിന്റെ കുറ്റിയും കൂടി ഇല്ല. കാറാമത്തെ. സുഹൃത്തുക്കളെ, എന്നോട് ക്ഷമിക്കുക, ഞാൻ അറബിയൊന്നും വായിക്കില്ല, ഇങ്ങനെ കാണുന്നുണ്ടായി. ആയുസൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ മൗലന്മാര് വരട്ടെ, നിഷേധിക്കട്ടെ. നിങ്ങളെ കിതാബല്ലത്. ഞാൻ പറയുന്നത് വളരെ വിനയത്തോടുകൂടെ പറയുന്നത്, ഈ പേരോട് സാഹിബ് അടക്കമുള്ള മുസ്ലിയാക്കന്മാരോട് പറയാണ്, നമുക്ക് ഈ ജാമിഉൽ കറാമത്തുൽ ഔലിയ ഇരുന്നിട്ടൊന്ന് ഒരുമിച്ച് വായിക്കാം. ഞാനിങ്ങനെ വായിക്കാം, അർത്ഥങ്ങൾ പറഞ്ഞാൽ മതി. കാരണം ഇതുമായിട്ട് അർത്ഥം പറയാൻ എന്റെ നാവ് കൊള്ളൂല. നിങ്ങൾക്ക് പിന്നെ അത് പറയുന്നത് വലിയ ഉഷാറാണല്ലോ. ഇപ്പൊ എനിക്ക് മുജാഹിദിന്റെ പള്ളിയും മുജാഹിദിന്റെ പെണ്ണുങ്ങളെക്കാണ് പറയുമ്പോ ഒരു 100 നാവാ. അപ്പൊ മൂപ്പരിക്ക് അർത്ഥം പറയാൻ നല്ല ഉഷാറുണ്ടാവും. ഇതിൽ അങ്ങനെ കുറെ ഉണ്ട്, പലതും ഉണ്ട്. ഒന്ന് ഒരുമിച്ചിരുന്നൊന്ന് വായിക്കാം. എന്താ രസമുള്ള കറാമത്തുകള് ഇതൊക്കെ. സുഹൃത്തുക്കളെ, ഇവര് ഔലിയാക്കന്മാരെ മോശാക്കാൻ കൊണ്ടുവന്നല്ലേ? ഇത്തരത്തിലുള്ള കള്ള കറാമത്തുകളാ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളുടെ പതാക വാഹകനായ യൂസുഫ് നബ്ഹാനി എഴുതിയ കിതാബാണ്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ജാമിഉൽ കറാമത്തുൽ ഔലിയ എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളത് അംഗീകരിക്കോ? എത്ര പണ്ഡിതന്മാരായി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരുപാട് കിതാബുകൾ മാത്രം മൂപ്പരിത് തെരഞ്ഞെടുത്തത് അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. എത്ര കിതാബ് എന്നാ തെരഞ്ഞെടുത്തത്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാരെ കോലാണിത്. ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. ഇങ്ങനൊരു കറാമത്ത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അംഗീകരിച്ചോ? വേണമെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലാക്കിക്കോ. വേണമെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലാക്കിക്കോ. ഞാൻ കയ്യിൽ പറ്റൂല ഈ രൂപത്തിലുള്ള കറാമത്ത്. എന്നിട്ട് ഇത്തരത്തിലുള്ള കുറെ പടപ്പുകള് ഈ തോന്നിയാസം ചെയ്തിരുന്ന ആൾക്കാർ ഇവരൊക്കെ പല കറാമത്തുണ്ട്. ഇതിൽ തന്നെ ഉണ്ട് സുഹൃത്തുക്കളെ. ഒന്നും കൂടി സാമ്പിളിന് പറയാം, അത് പിന്നെ കുഴപ്പമില്ല. ഇവല ഒരു ഔലിയുടെ വലിയ കാര്യം എന്താ? മിമ്പർമേൽക്കാണ് കയറിയാൽ മൂപ്പര് തുണിയാണ്ടയച്ചിടും. മിമ്പറിൽക്കാണ് കയറിയാല് തുണിയാണ്ടയച്ചിടും. പേരെന്നെ ഉരിയാൻ തങ്ങൾ. ഉരിയാൻ എന്ന് പറഞ്ഞാൽ ഉരീനാള്, ഉരിയാൻ തങ്ങള. പിന്നെ മൂപ്പർ എന്തൊക്കെ ചെയ്യാൻ ഞാൻ അപ്പൊ പറയില്ല, വേണ്ടിയെന്ന് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാ. മിമ്പർമെന്നേ ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ കിതാബിലുണ്ട്. നിങ്ങൾക്കില്ലാന്ന് പറയാൻ പറ്റുമോ? പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ എത്ര കാലമായി പറ്റിച്ചെടുക്കണം? ഞങ്ങൾ ഔലിയാക്കന്മാരാളാണ്, ഞങ്ങൾക്ക് പരമ്പര ഉണ്ട്, ഞങ്ങൾക്ക് പരമ്പര ഉണ്ട്. മുജാഹിദീങ്ങൾക്ക് പരമ്പര ഇല്ലല്ലോ. നിങ്ങൾക്ക് പരമ്പര ഉള്ളത് പരമ്പരയല്ല. പരമ്പര എന്താണ്? അതിന്റെ ഉസ്താദ് ഇന്നാള്, അതിന്റെ ഉസ്താദ് ഇന്നാള്, അതിന്റെ ഉസ്താദ് ഇന്നാള്, അതിന്റെ ഉസ്താദ് ഇന്നാള്. അവസാനത്തെ ഉസ്താദ് മുഹമ്മദ് നബി. നബിയിൽ കാണ്ട് എത്തുന്ന സിൽസില എന്നിട്ട് അത് വിൽക്കുക. 10 റുപ്യ. എല്ലാരും വാങ്ങണം, എന്റെ പരമ്പരയാണ്, എല്ലാരും വാങ്ങണം. ഫോട്ടോ കോപ്പി വിൽക്കുക. എനിക്കുണ്ട് പരമ്പര, എനിക്കുണ്ട്, ഞാൻ വെക്കുണ്ട് പരമ്പര. എന്റെ ഉസ്താദ് ഉമ്മർ മൗലവി, ഉമ്മർ മൗലവിന്റെ ഉസ്താദ് കെ എം മൗലവി, കെ എം മൗലവിന്റെ ഉസ്താദ് നിങ്ങളുടെ പരമ്പരയിലുള്ള ചാലിലകത്ത് കുഞ്ഞാമദാജി. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നബി വരെ എല്ലാവർക്കും ഒപ്പല്ലേ? അപ്പൊ നമ്മക്കൊണ്ട് പരമ്പര അല്ലേ? ചാലിലകത്ത് കുഞ്ഞാമദാജി വരെയുള്ള എന്റെ പരമ്പര ഞാൻ പറഞ്ഞു. ചാലിലകത്ത് മുതൽക്ക് പിന്നെ റസൂലുള്ള വരെ നിങ്ങളെ കാന്തപുരത്തിന്റെ പരമ്പരയിലില്ലേ, അതിനെന്റെയും പരമ്പര. ഇതൊന്നും കാര്യമല്ല കൂട്ടരെ. ഇങ്ങനെ പരമ്പര പറയാ, ഞാൻ വലിയ ഹോജയാണെന്ന് പറയാ, എന്നിട്ട് അതിങ്ങനെ വിൽക്കുക, അതിനിങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് വിൽക്കുക. എല്ലാവരും വാങ്ങണം, എല്ലാവരും വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 10 റുപ്യക്ക് അതുകൊണ്ടും കാശാക്കുക. ചില ചങ്ങായിമാര് ഫോട്ടോസ്റ്റാറ്റ് വിറ്റ് കാശാക്കുക. ഫോട്ടോസ്റ്റാറ്റ് എല്ലാവരും വാങ്ങണം. എന്നിട്ട് മുജാഹിദിനെ മണപ്പിച്ചു കൊടുത്താൽ മതി. ഈ ഫോട്ടോസ്റ്റാറ്റ് മുജാഹിദിനെ മണപ്പിക്കാൻ. ഇതൊക്കെ മണപ്പിച്ചാലേ ഞങ്ങൾ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങളെയാണ് മണപ്പിച്ചാണ്ടല്ലോ. ഏത് ഇപ്പൊ നേരത്തെ വായിച്ച കറാമത്തൊക്കെ അല്ലേ? ഇതൊക്കെയാണ് ഫോട്ടോസ്റ്റാറ്റ് വിതരണം ചെയ്താണ് മണപ്പിച്ചാല് നിങ്ങൾ ബോധം കെടുകയല്ല. നിങ്ങൾക്ക് ഹാർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഫീസായി അല്ലേ? ഇത്തരത്തിലുള്ള കുറെ ഭ്രാന്തന്മാരായ ആൾക്കാരുടെ ഖബറാണ് പലയിടത്തും. ഇവർക്ക് ഉറൂസിനും സിയാറത്തിനും ഒക്കെ ഉള്ള കേന്ദ്രങ്ങൾ. ഉറൂസ് സിയാറത്ത്. അപ്പൊ പറയും മുജാഹിദിന് സിയാറത്തില്ല. സുഹൃത്തുക്കളെ, എന്താ ഇസ്ലാമിലെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ? സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഖബർ സിയാറത്ത് മുജാഹിദുകൾ എതിർത്തിട്ടില്ല, സിയാറത്ത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹാ.
ഞാൻ നിങ്ങളോട് മുമ്പ് ഖബർ സിയാറത്ത് പാടില്ലെന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നിങ്ങൾ സിയാറത്ത് ചെയ്തോ. നിങ്ങൾക്ക് മരണത്തെ സംബന്ധിച്ചും ആഖിറത്തിനെ സംബന്ധിച്ചും ചിന്തയുണ്ടാകുവാൻ അത് നല്ലതാണ്. നിങ്ങളുടെ കടുത്തുറച്ചു പോയ കൽബുകളൊക്കെ ഒന്ന് ലഘുവായി മയം വരാൻ അത് നല്ലതാണ്. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ അത് നല്ലതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ, നമുക്ക് ആരുടെ ഖബറും സിയാറത്ത് ചെയ്യാം. ഒരു ഖബർ കണ്ടാൽ പരലോക ചിന്തയുണ്ടാകുമെങ്കിൽ, മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുമെങ്കിൽ, അതേപോലെ തന്നെ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി റബ്ബേ ഈ സഹോദരന് നീ പുറത്തു കൊടുക്കണേ, ഈ സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ ആ ഖബറിൽ പോയിട്ട് ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇസ്ലാമിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്നിങ്ങനെയുള്ള ദുആകൾ, എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ നിലക്ക് സിയാറത്ത് ചെയ്തോ. ഇസ്ലാമിന്റെ സിയാറത്താണത്, അതിൽ മുജാഹിദുകൾക്ക് തർക്കമില്ല. പിന്നെ ഇവരെ സിയാറത്ത് എന്താ? ഇവര് പുത്തമ്പള്ളിക്ക് വണെന്തിനാ? കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ ഖബറൊന്ന് കണ്ടിട്ട് എനിക്കൊന്ന് മരണചിന്തയുണ്ടാകട്ടെ, ഏർവാടിയിലെ ഇബ്രാഹിം ബാദിഷയുടെ ഖബർ കണ്ടിട്ട് എനിക്കൊരു പരലോക ചിന്തയുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാ? അതല്ലെങ്കിൽ ഏർവാടിയിലെ ഷെയ്ഖ്, പുത്തമ്പള്ളിയിലെ കുഞ്ഞഹമ്മദ് മുസ്ലിയാരൊക്കെ പാപികളാണ്, പടച്ചോണി അവരുടെ പാപയ്ക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയാനാണോ പോകുന്നത്? അല്ല. പിന്നെന്തിനാ? ആഗ്രഹ സഫലീകരണം, പേപ്പട്ടി വിഷ സർപ്പവിഷ നിവാരണം, രോഗങ്ങളിൽ അത്ഭുത പരസിദ്ധി. അതിന് സിയാറത്തിന് പോകുമ്പോ തന്നെ അവർക്ക് എന്തൊക്കെ വേണം? എന്തൊക്കെ വേണം? റസൂലുള്ളാഹിയുടെ കാലത്ത് സിയാറത്തിന് പോകുമ്പോ ആനല്ല, ഇവരുടെ സിയാറത്തിന് ആന, കരിമരുന്ന്, പടക്കം, ചെണ്ട, കുഴല്, സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച്, തേങ്ങയേറ്, ഖബർ മുത്ത, ബർക്കത്ത് കിണറിന്ന് പാളയും കയറൂട്ടിട്ട് വെള്ളം കോരുക, പായസം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവിടെ കാര്യമായ പരിപാടികൾ. ആനങ്ങനെ പറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ട് ആനങ്ങനെ പോകും. ഏവരെ സിയാറത്തിന് പോകുമ്പോ ആനുണ്ട്, പിന്നെ ചെണ്ടയും കുഴലും ഒക്കെ ഉണ്ട്. അവിടെ മാരാമാര് കൂട്ടുന്ന ചെണ്ട തന്നെയാണ് ഇവിടെ, അവിടുത്തെ കുഴൽ തന്നെയാണ് ഇവിടെ. അതേപോലെ തന്നെ ദർഗയിലാണ് പോയി നോക്കിയാൽ കാണാം, കല്ലിന്മേലേക്ക് ചില ഖബറുകളുടെ ഭാവിച്ചിട്ടുള്ള കല്ലുമ്മലേക്ക് തേങ്ങ എറിഞ്ഞു കൊടുക്കുക, ഖബർ മുത്തുക. അതുപോലെ തന്നെ ബർക്കത്ത് കിണറിന്ന് വെള്ളം കോരുക. ഈ രൂപത്തിലൊക്കെയുള്ള ദൃശ്യങ്ങൾ സുഹൃത്തുക്കളെ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ സിയാറത്താണ്. ഇവരുടെ സിയാറത്തിന് പോകുമ്പോ ചെണ്ടമുട്ടും കുഴൽവിളിയും പിപ്പിപ്പിയും ഒക്കെ ആവാം. കാരണം എന്താണെന്നറിയോ? ഇവര് പറയും ഇതൊക്കെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നാണ്. ആരാ മൗലവി നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങളെ സിയാറത്തിന് പോകുമ്പോ മുട്ടും വിളിയും പാടുണ്ട് എന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ മുട്ടും വിളിയെ എതിർക്കുന്നവരാണ്, കരിമരുന്ന് അനാചാരം എന്ന് പറയുന്നവരാണ്, ചെണ്ടമുട്ട് അനാചാരം എന്ന് പറയുന്നവരാണ്, കുഴൽ വിളി അനാചാരം എന്ന് പറയുന്നവരാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കൂട്ടരെ, ഇത് നിങ്ങളുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ കാണാം, സിയാറത്തിന് പോകുമ്പോ വാർത്തിയൻ മുട്ട, ഞങ്ങളെ നാട്ടിലൊരു ഭാഷയിൽ വാർത്തി മുട്ട എന്നാണ് എന്തായി ചെണ്ട കൊട്ടുക, കുഴൽ വിളിക്ക. അതൊക്കെ അനുവദനീയാണെന്നാണോ അല്ലാന്നാണോ? കേൾക്കൂ നിങ്ങൾ, ഇത് ആരുണ്ടാക്കിയ ബൈത്താണ്? സൈനുദ്ദീൻ, പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ബാപ്പ ഷെയ്ഖ് ഇബ്രാഹിം മഖ്ദൂം, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പിതാവ് ഷെയ്ഖ് ഇബ്രാഹിം മഖ്ദൂം തങ്ങളാൽ വിരചിതമായ ബൈത്താണ്. കേട്ടോളി, എന്താ ബൈത്തില്? ആ ബൈത്തൊന്ന് ശ്രദ്ധിക്കാം അങ്ങോട്ട്. നടുവൊങ്ങി തല രണ്ടും വിരുന്തുള്ള കൂപത്തിൻ ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറുത്തി ഹലാലുന്നലാ തിട്ടം ലികുല്ലി മഹല്ലലിൻ കച്ചണ്ടാവറുഷും ഒറ്റ ആലാത്തി ലർബത്തി കദപ്പി മലൈ ബാരിൻ വഗൈരിൻ ബിയറവന ഹലാലുൻ ഹലാലുൻ ലാ ഹറാമുൻ ലിസംഅതി വകുയലുല്ലദീ ഫീനാ തുറായി ബിപീപിളി ഹലാലുൻ കദാ ബഅദിൻ അഖീദൂന മിർയതി. കേട്ടില്ലേ? വകുയലുല്ലദീ ഫീനാ തുറായി ബിപീപിളി ഹലാലുൻ കദാ ബഅദിൻ അഖീദൂന മിർയതി. ചെണ്ട, കുഴലി, പീപ്പിളി, അറവന, ദപ്പ്, അതുപോലെ തന്നെ എല്ലാം അനുവദനീയമാണ്.
നടു കുടുങ്ങിയിട്ട് രണ്ട് ഭാഗത്തേക്കും വിശാലമായ ചെണ്ട മാത്രമേ ഹറാമുള്ളൂ, വേറുള്ള ചെണ്ടയ്ക്ക് ഹലാലാണ്. ബാൻഡ് മുട്ടാം, ചെണ്ട മുട്ടാം, എല്ലാം അനുവദനീയമാണ്. ഇതൊക്കെ അനുവദനീയാണെന്ന് മാത്രല്ല, തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലെന്നാണ് നിയമം. തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലെന്നാണ് നിയമം. ഏതാ പുസ്തകം? ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും. KM മുഹമ്മദ് കോയ, മാത്തോട്ടം. ഇതിന് അവതാരിക എഴുതി കൊടുത്തത് ആരാണ്? AP അബൂബക്കർ മുസ്ലിയാർ. AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അവതാരിക എഴുതി കൊടുത്ത പുസ്തകമാണ്. AP അബൂബക്കർ മുസ്ലിയാർ അവതാരികയിലെ പുസ്തകത്തിൽ പറയാണ്, തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണ്. വിരോധത്തിന്റെ ചെണ്ടകളല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിനെ വിലങ്ങപ്പെടുന്നതല്ല, തുടി വിലങ്ങേണ്ടതാണ്. തുടി മാത്രമുള്ളൂ വിലങ്ങാൻ, ബാക്കിയൊക്കെ മുട്ടാം. ഇനി കുഴൽവിളിയൊക്കെ അനുവദനീയാണ്. അംബിയ, ഔലിയ എന്നീ മഹാന്മാരുടെ ഖബർ സിയാറത്തിന് കൊടികളോടുകൂടിയും ചെണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് അല്ലാമ ശൈഖ് മുഹമ്മദുൽ ഖലീലി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ശറയിൽ വിരോധിക്കപ്പെട്ടതല്ലെന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി. ഇതൊന്നും ശറയിൽ വിരോധിക്കപ്പെട്ട സംഗതിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് കൃത്യമായിട്ട് എഴുതിവിട്ടിരിക്കുന്നത്. ഇനി കരിമരുന്നോ? കരിമരുന്ന് പൊട്ടിക്കൽ സുന്നത്തും കൂടിയല്ല, ഫർളാ. എന്താ കാരണം? കേട്ടോളി. നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന 10,000-ങ്ങളിൽ ക്ഷയരോഗം, കുഷ്ഠരോഗം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉള്ളവരും ഉണ്ടാവാൻ ഹിതമുണ്ട്. അങ്ങനെയുള്ള രോഗാണുക്കൾ മറ്റുള്ളവരെയും പിടികൂടിയേക്കാം. എന്നാൽ കരിമരുന്ന് കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന അതിന്റെ പുകയ്ക്ക് അത്തരം രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രങ്ങൾ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ഈ നില വെച്ചു നോക്കിയാൽ ആ സന്ദർഭങ്ങളിൽ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവുകയില്ല. നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന 10,000-ങ്ങളിൽ രോഗികളുണ്ടാവും. അപ്പൊ ആ രോഗാണുക്കളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി കരിമരുന്ന് കത്തിക്കല് ആവശ്യാന്ന് പറഞ്ഞാൽ പോരാ, അത്യാവശ്യാന്ന് പറഞ്ഞാൽ പോലും തെറ്റല്ല, നിർബന്ധാണ്, സുന്നത്തൊന്നും അല്ലാന്ന് കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകത്തിലാണ് ഈ കാണിച്ചത്. കണ്ടില്ലേ? ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും, അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്ന പുസ്തകം സുഹൃത്തുക്കളെ. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ? ഇവര് സിയാറത്തിന് പോകുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഔലിയപ്പാപ്പ ഖബറിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാ പോവുക. നമ്മൾ സാധാരണ ഒരു ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ അങ്ങനെ ഒരു പ്രശ്നമല്ലല്ലോ, നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യാനാണ് പോല. പക്ഷെ ഇവര് ഔലിയാക്കന്മാരുടെ ഖബറിലേക്ക് പോകുമ്പോ ഇവർക്ക് മുൻകൂട്ടി വിവരം കിട്ടുമത്രേ, ഇന്ന് മൂപ്പര് സ്ഥലത്തുണ്ടോ അതോ ഇല്ലേ. നമ്മളുടെ ഒരു ഡോക്ടറെ കാണാൻ പോയാല് അവിടെ ബോർഡ് എഴുതിച്ചിട്ടുണ്ടാവും, ഡോക്ടർ ഇൻ, അപ്പൊ നമ്മൾ അവിടെ ഇരിക്കും. ഡോക്ടർ ഔട്ട്, നമ്മൾ ഔട്ടാവും. അങ്ങനെയാണല്ലോ. ഇതുപോലെ ഇവരെ പരിപാടി എന്താണെന്നറിയോ? ഇവർക്ക് അതൊക്കെ അറിയാനാണ്. കേട്ടോളി, ഇത് ദിശ എന്ന് പറയുന്ന സമസ്ത സമ്മേളന സ്പെഷ്യൽ. ഇതിന്റെ 22-ാമത്തെ പേജിൽ കാണാം. EK അബൂബക്കർ മുസ്ലിയാര് ഒരു സ്ഥലത്തേക്ക് സിയാറത്തിന് പോയ കഥയാണ്. കേട്ടോളി. ഒരിക്കൽ ശൈഖുനായുടെ കൂടെയുള്ള യാത്രയിൽ തലശ്ശേരിയിൽ എത്തിയപ്പോൾ കണ്ണൂർ സിറ്റിയിലെ മൗലാനയുടെ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. കണ്ണൂർ സിറ്റിയിലെ മൗലാനന്റെ ഖബർ ഒന്ന് സിയാറത്ത് ചെയ്യണമെന്ന് EK പറഞ്ഞു. കണ്ണൂർ ചേംബർ ഹാളിനടുത്തുള്ള റോഡിൽ കൂടി വാഹനം സിറ്റിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തൂ, നമുക്ക് മടങ്ങാമെന്ന് ശൈഖുന പറഞ്ഞു. വണ്ടി ഇങ്ങനെ പോകുമ്പോ EK പറഞ്ഞു, നീ പോണ്ട, നിർത്തൂ എന്ന് പറഞ്ഞു. അപ്പൊ ഡ്രൈവർ ചോദിച്ചു, കാരണം എന്താ? അപ്പൊ മൂപ്പര് പറയണ്, മൗലാന അവിടെ ഇല്ല, മുരീദന്മാരുടെയും മുഹിബ്ബീങ്ങളുടെയും കാര്യത്തിന് പോയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. മൂപ്പര് ഇപ്പൊ ഖബറിലില്ല. പിന്നെ എവിടുക്കാ പോയിക്കണത്? മുരീദന്മാരെന്തിനോ വിളിച്ചപ്പോ തിരക്കിട്ടിട്ട് എമർജൻസി കേസ് പോയിരിക്കണം. മൂപ്പര് ഇപ്പൊ ഖബറിലില്ല, അതുകൊണ്ട് നമ്മളിപ്പോ പോവുക. സുഹൃത്തുക്കളെ, എന്താ ഈ പറയേണ്ടത്? വഴിക്ക് വെച്ചില്ലാണ്ട് ഇവർക്ക് വിവരം കിട്ടണം, ഞാൻ ഇപ്പൊ സ്ഥലത്തില്ല, ഞങ്ങൾ പിന്നെ വന്നാ മതി. എന്താ ഫോൺ വിളിച്ചു പറഞ്ഞതാ? ഖബറിലില്ല എന്ന് മൂപ്പര് പുറത്തു വയ്ക്കണ്. അപ്പൊ ഇവരെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? എല്ലാ ഖബറിലും ഉണ്ടാവും, എല്ലായിടത്തും വന്ന് കിടക്കും. ഒരു ഖബറുണ്ടാക്കിയ കുറെ ഖബറുണ്ടാക്കിക്കോളി ഒരാളെ പേരിൽ, എല്ലായിടത്തും ഒരു മാറിയും വന്ന് കിടക്കുന്നതാണ്.
മത്സ്യങ്ങളെ പോലെ നോക്കൂ. സുന്നി വോയിസിലായി എഴുതരുത്. സുന്നി വോയിസിൽ എഴുതണത് കേട്ടോളി. മരണത്തിനു ശേഷം സമുദ്രത്തിലുള്ള മത്സ്യത്തെ പോലെയാണ്, എല്ലാ ജാറങ്ങളിലും എത്താൻ സാധ്യതയുണ്ട്. എവിടെ വെച്ച് അവരെ വിളിച്ചാലും അവർ അവിടെ എത്തിയേക്കാം. ഔലിയാക്കന്മാരുടെ റൂഹ് മരണത്തിന് ശേഷം ഏതുപോലെയാണ്? സമുദ്രത്തിലുള്ള മത്സ്യം പോലെയാണ്. ഇഷ്ടമുള്ളിടത്തൊക്കെ അങ്ങനെ നീന്തും. എല്ലാ ജാറങ്ങളിലും എത്താൻ സാധ്യതയുണ്ട്. ഇവിടെ അവിടെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എവിടെ വെച്ച് അവരെ വിളിച്ചാലും അവർ അവിടെ എന്ത് ചെയ്യും? എത്തിയേക്കാം. സുന്നി വോയിസിലാണ് എഴുതുന്നത് സുഹൃത്തുക്കളെ. അപ്പോ മത്സ്യങ്ങളെ പോലെ ഖബറിലേക്ക്, മത്സ്യങ്ങളെ പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഇവർ ഔലിയാക്കന്മാരെ ഏകദേശം തിരിഞ്ഞല്ലോ. ഇനി വലിയൊരു പരാതി എന്താണ്? മുജാഹിദീങ്ങളുടെ പള്ളികളിൽ, നാദാപുരത്ത് പള്ളിയടക്കം എല്ലാ പള്ളി നിസ്കാരം ശരിയാവില്ല. എന്താ കാരണം? അവിടെ പെണ്ണുണ്ട്. പിന്നെയോ യഥാർത്ഥ പള്ളിയിൽ ഫീഹി റിജാലുൻ, അവിടെ ആണുങ്ങൾ മാത്രമാണുള്ളത്. സുഹൃത്തുക്കളെ പലതവണ വിശദീകരിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പെണ്ണ് പള്ളിയിൽ വരുന്നതിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടില്ല. നബിയുടെ കാലത്തും ശേഷമുള്ള കാലത്തും പോയിട്ടുണ്ട് എന്നതിന് ഈ ഭാഗങ്ങളിലൊക്കെ വളരെയേറെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണല്ലോ ശംസുൽ ഉലമാ കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ. കീഴനവോരുടെ തന്നെ ഫത്താവകളിൽ, അദ്ദേഹത്തിന്റെ തന്നെ ഫത്വകളിലും പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ആതിക ബീവി അടക്കം പള്ളിയിലേക്ക് ജമാഅത്തിന് പോയിട്ടുണ്ട്. കെ കുഞ്ഞാലി മുസ്ലിയാരുടെ പുസ്തകത്തിൽ കാണാം. നജീബ് മൗലവി വണ്ടൂരിന്റെ പുസ്തകത്തിൽ കാണാം. കീഴനവോരുടെ ആശംസകളോടുകൂടി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ കാണാം. ഒരു പേരോടെ വന്നിട്ട് പറയണേ, ഒരാളും പോയിട്ടില്ല എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാമിൽ അതൊരു അനുവദിക്കപ്പെട്ട സംഗതി, നിർബന്ധമല്ല. പെണ്ണ് പള്ളിയിൽ പോകൽ നിർബന്ധമല്ല. പോയാ കൂലിണ്ട്. ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്താ ഇവിടുന്ന് പറഞ്ഞത് നിങ്ങൾ സുഹൃത്തുക്കളെ? കളവാണ് പറയുന്നത്. കളവ് പറയാന്നുള്ളതിന് യാതൊരു മടിയില്ല ചില ആളുകൾക്ക്. നിങ്ങൾ അവരൊന്ന് പരിചയപ്പെടുക. നിങ്ങൾ നോക്കൂ, ഇത് സിറാജ. പതുക്കെ ഞാൻ നിർത്തുന്നുള്ളൂ. പഴയ സിറാജ്. ഇതിൽ പറയാണ്, നമ്മളെ കാന്തപുരം പൊട്ടിച്ച ഹിമാലയൻ നോണ ഒരു ബോംബ് പൊട്ടിച്ചു. എന്താ പൊട്ടിച്ചതെന്നറിയോ? കേട്ടോളി. കളവ് പറയുന്ന പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരും. ഞാൻ പറയല്ലേ, വിശ്വാസികളെ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കും, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കുവീൻ. ഇയാൾ പറഞ്ഞ കളവ് കേട്ടോ? കിതാബൊന്നല്ല വായിക്കുന്നത്, സിറാജ് എന്നാ വായിക്കണത്. കേട്ടോളി. 1950 വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. 50-ലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത്. എന്താ പറഞ്ഞു? 1950 വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമല്ല. ലോകത്തെ ഏതാ ഇയാളെ ലോകം? അവിടെ നേരത്തെ തമിഴെന്ന് പറഞ്ഞ മാതിരി ഉസ്താദും ശിഷ്യനൊക്കെ ഒത്തിട്ടുണ്ടല്ലോ. ലോകത്തൊരു സ്ഥലത്ത് ഇയാളെ ലോകം ഏതാ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം തൊട്ട് ഇന്ന് വരെ പല മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും ബൈത്തുൽ മുഖദ്ദസിലും ഒക്കെ പോണില്ലേ? 950 വരെ ലോകത്തൊരു പള്ളിയിലും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. 50-ലാണ് ഇങ്ങനെ ഒരു ആശയം ഇറക്കുമതി ചെയ്തത്. സിറാജിലാണ് പറഞ്ഞത്. ഒന്നാമത്തെ നോണ. അടുത്ത നോണ കേട്ടോ, ഇത് ലേറ്റസ്റ്റ് നോണയാണ്. എന്താ ലേറ്റസ്റ്റ് നോണ എന്ന് പറയാൻ? ഈ കാന്തപുരം അബുദാബി പള്ളിയിൽ വന്നിട്ട് പെണ്ണുങ്ങളുള്ള പള്ളിയിൽ മൂപ്പര് ഖുതുബ നടത്തി. അപ്പൊ ആ പള്ളിയില് മൂപ്പര് വന്നിട്ട് പ്രസംഗിച്ചപ്പോ അത് വലിയ വിവാദമായി. പെണ്ണുങ്ങളുള്ള പള്ളിയിൽ മൂപ്പര് ഖുതുബ നടത്തി, പെണ്ണുങ്ങളുള്ള പള്ളി മുനാഫിക്കിന്റെ പള്ളിയാതല്ലേ നിങ്ങൾ പ്രസംഗിക്കല് എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ നോക്കൂ, SYS-കാരൻ നിഷേധിക്കാൻ. SYS-കാരന്റെ നിഷേധക്കുറിപ്പ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്ക. UAE-യിൽ അബുദാബി ദായിറത്തുൽ മിയാ പള്ളിയിൽ മാത്രമല്ല, അതാദ്യം മനസ്സിലാക്കണം. അബുദാബിയിലൊക്കെ പോയിട്ടുണ്ടാവില്ല. ഇവിടെ അബുദാബിയിലെ ദായിറത്തുൽ മിയാ ഷെയ്ഖ് സായിദ് പള്ളിയിലാണ് മൂപ്പര് ഈ പരിപാടി നടത്തിയത്. അപ്പൊ അതിനെക്കുറിച്ച് പറയണേ.
UAE-യിൽ അബുദാബി ദായിറത്തുൽ മിയാ പള്ളിയിൽ മാത്രമല്ല ഒരു പള്ളിയിലും സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് സംബന്ധിക്കുന്നില്ല. ഉണ്ടെന്ന പ്രസ്താവം വസ്തുതാപരവുമല്ല. എന്താ സുഹൃത്തുക്കളെ പറയുന്നത്? ദുബായ്, അബുദാബി, ഷാർജൊക്കെ പോയവരില്ലേ ഇതില്? ഒരു പള്ളിയിലും പെണ്ണുങ്ങൾ പോണില്ല. ഉണ്ടെന്ന് പറയുന്നത് കളവാണെന്ന് മലയാളത്തിൽ അത് ചന്ദ്രികയിലാണ്. നോക്കണം, 2005 ഒക്ടോബറിൽ ഇറങ്ങിയ ചന്ദ്രികയിലാണ്. എന്താ ഇതിനൊക്കെ പറയാ? കളവ് പറയും, യാതൊരു മടിയില്ല. സുഹൃത്തുക്കളെ, നമുക്കൊന്ന് പോയി നോക്കുക. നിങ്ങളെല്ലാരും ഒന്ന് ഒരു ടിക്കറ്റൊക്കെ സംഘടിപ്പിക്കാം. ഇതൊന്ന് വന്നിട്ടൊന്ന് കാണുക. അബുദാബിയിൽ എത്ര പള്ളിയിൽ പോകുന്നുണ്ട്, ഷാർജയിൽ എത്ര പള്ളിയിൽ പോകുന്നുണ്ട്, ദുബായിൽ എത്ര പള്ളിയിൽ പോകുന്നുണ്ട്, എവിടൊക്കെ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബുണ്ട്. ഇവരൊക്കെ അവിടെ വരും. എന്നിട്ട് അപ്പോ അവർക്ക് പ്രശ്നമില്ല. മലയാളത്തിൽ ഖുതുബ നടക്കുന്ന പള്ളിയിൽ അവർക്ക് പ്രസംഗിക്കാം. പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന പള്ളി തന്നെ പ്രസംഗിക്കാം. തറാവീഹ് 8 നിസ്കരിക്കുന്ന പള്ളി തന്നെ പ്രസംഗിക്കാം. അതിനൊന്നും ഒരു തകരാറില്ല. ഇവിടെ വരുമ്പോ മാത്രം ആകെ ജനങ്ങളെ പറഞ്ഞു പഴപ്പിക്കുന്നു. പോയില്ലേ മൂപ്പര്? ബഹ്റൈനിൽ പോയില്ലേ? ബഹ്റൈനിലെ പള്ളിയിൽ, സ്ത്രീകളുടെ പള്ളിയിൽ നടത്തിയില്ലേ? അറാദ് ജുമാഅത്ത് പള്ളിയിൽ, അറാദിലെ പള്ളിയിൽ കാന്തപുരം ജുമാ നടത്തിയ അവിടെ പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങളുണ്ട്. മൂപ്പരെന്താ പറഞ്ഞത്? ഞാൻ അവിടെ പോയി ഒട്ടാകെ പരിശോധിച്ചു, ഒരു പെണ്ണിനെയും ഞാൻ കണ്ടില്ല. നമ്മളെ ഹസൻ സഖാഫി പറഞ്ഞ എന്താണെന്നറിയോ? ഹസൻ സഖാഫി പറഞ്ഞത് മൂപ്പരുള്ളന്ന് ചിലപ്പോ പെണ്ണുങ്ങൾ പോയിട്ടുണ്ടാവുന്നതാണ്. അബുദാബിയിലെ പള്ളിയിൽ പോയില്ലേ? അബുദാബിയിലെ പള്ളിയിലും ബഹ്റൈനിലെ പള്ളിയിലും ഒക്കെ വ്യക്തമായിട്ട് കാണാം മദ്ഖലുൻ നിസാ, മുസല്ലൻ നിസാ, സ്ത്രീകൾക്കുള്ള പ്രവേശന കവാടം, സ്ത്രീകൾക്കുള്ള നിസ്കാര സ്ഥലം. അപ്പൊ ഒരാൾ പറയണത് അത് മുസല്ല എന്നല്ലേ, മസ്ജിദ് ഇല്ലല്ലോ. ആണുങ്ങളിന്റെ പേരെന്താ? മുസല്ല റിജാലിനാ അവിടെ എഴുതിച്ചിരിക്കുന്നത്. മുസല്ല റിജാലിന ആണുങ്ങളെ എഴുതിച്ചിരിക്കല്ല, മസ്ജിദ് റിജാലിനല്ല. എങ്കിലല്ലേ ഇപ്പുറത്ത് മസ്ജിദുൻ നിസാൻ എഴുതിയേക്കുള്ളൂ. സ്ത്രീകൾ അറാദ് പള്ളിയിൽ നിന്നും അബുദാബിയിലെ പള്ളിയിൽ നിന്നുമൊക്കെ ഇറങ്ങി വരുന്ന കാഴ്ചകൾ മീഡിയകൾ പുറത്തുവിട്ടപ്പോ ആട്ടംമുട്ടി ശൈഖുനക്ക് തീർന്നില്ല. അതിങ്ങനെ വിശദമായിട്ട് നമ്മളെ കൂടെ കിടന്ന് രാപ്പനി അറിയണ ഹസൻ സഖാഫി വിശദീകരിക്കുന്നുണ്ട്. ഹസൻ സഖാഫി എന്ന് പറയുന്നുണ്ട്, ബഹ്റൈനിലെ പള്ളിയിൽ ഇയാൾ പോയിട്ട് ജുമാ നടത്തിയതിൽ പെണ്ണുങ്ങൾ വന്നു. അതിനെ ഇയാൾ നിഷേധിച്ചതിനെ കുറിച്ച് ഞാനല്ല പറയുന്നത്. ആരാ പറയുന്നത്? ഒരു സഖാഫി. ഏതാ സഖാഫി? ഇയാളുടെ കയ്യിൽ നിന്ന് ബിരുദം വാങ്ങിപ്പോന്നിട്ടുള്ള ഏതെങ്കിലും പേട് സഖാഫി അല്ല. ഇവര് പറയണ എന്താണ്? സഖാഫികളുടെ കൂട്ടത്തിലുണ്ട് പേട്, ഒക്കെ പേടാ. ആ പേടിന്റെ കൂട്ടത്തിൽ 1-ാം നമ്പർ പേട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ഹസൻ സഖാഫി അറാദ് പള്ളിയിൽ മൂപ്പര് നടത്തിയ ഈ വിവാദപരമായ ജുമയെ സംബന്ധിച്ചും അതിൽ സ്ത്രീകൾ വന്നതിനെ ഇയാൾ നിഷേധിച്ചതിനെ സംബന്ധിച്ചും നമ്മുടെ ഹസൻ സഖാഫി വിശദീകരിക്കുന്നത് നിങ്ങൾ തന്നെ വന്ന് നേരിട്ട് കേൾക്കുക. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. മുഴുവൻ വിഷയത്തിലേക്ക് ആദ്യം വരാം. ബഹ്റൈനിലെ ജുമ എന്താ വിഷയം? ബഹ്റൈനിലെ അറാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം, അന്വേഷിക്കാം, പഠിക്കാം. കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് സ്ത്രീകൾ വരാറുണ്ട്. എല്ലാ ജുമഅക്കും സ്ത്രീകൾ വരാറുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട്. ആ റൂമിന്റെ ഒരു ഭാഗത്ത് സത്തുഹുൻ നിസാ എന്ന് പറയുന്ന ബോർഡ് കാണാം. അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം മദ്ഖലുൻ നിസാ എന്നുള്ള ബോർഡ് കാണാം. അവിടെ സ്ത്രീകൾ ഉദൂ ചെയ്യുന്ന ഭാഗത്ത് മഹല്ലുൻ നിസാ എന്ന് പറഞ്ഞ ഉദൂ ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം. ഈ ഒരു പള്ളിയില് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ AP അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങളെ കണ്ടിലാണ് മൂപ്പര പരാതി. ഇത് സിറാജ് പത്രം. അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നാട്ടിലെ ഉസ്താദ് നബ്ബറല്ലാഹു മർത്തദ ഉസ്താദ് പറയാറുണ്ട്, കളവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ. സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല. വല്ല കുഴപ്പത്തിലും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. അതേ സമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് ആകെ വഷളാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഖത്തീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. സ്വാഭാവികമാണല്ലോ. ഇദ്ദേഹം ഉളൂ ചെയ്ത് കാറിൽ കയറി നേരെ മെഹ്റാബിന് സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു. സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല. അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. അയാൾക്കത് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. ഹഡിങ് എന്താ? ബഹ്റൈൻ ജുമുഅ കുപ്പചരണത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന.
സുന്നി വിരുദ്ധ കൂടാതെ പെണ്ണുങ്ങൾക്ക് കുത്തുപോതി കൊടുത്തിട്ട് പിന്നെ സുന്നി വിരുദ്ധരെ കൂടാതെ കേട്ടോ. മനാമ ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു കേട്ടോ. ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമക്ക് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കുമ്പോൾ ഞങ്ങള് ഇയാള് പള്ളിയിൽ ചെന്നോണ്ട് ആകെ നടന്നു, ഇവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ നോക്കി നടന്നോളാം. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഖുതുബ ഖതീബ് എന്നാലും നിങ്ങൾ ഖുതുബോദിയാ പോരെ, പിന്നെ പെണ്ണുങ്ങളുടെ നോക്കിയെടുക്കണം. അതല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ എന്റെ ബാക്കി വായിച്ചു നോക്ക്. എന്നിട്ട് പറയുന്നു ജമിയത്തുൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൈനിലെത്തിയത്. ജുമാ നിസ്കാരം നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ 2 നിലയിലും പുരുഷന്മാർ മാത്രമാണ്. പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ച നുണയാണ്. അയാളെ ശരിയാണത്. വല്ലാഹി പറയാൻ പറ്റുന്നത് വല്ലാഹി പറയും, അല്ലെങ്കിൽ സുമ്മ വല്ലാഹി പാടി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോണാന്ന് പറയും. ഇതാണ് പറഞ്ഞ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാന്നുള്ളത്. എന്താ ഈ പറഞ്ഞർത്ഥം? സ്ഥിരമായി അവിടെ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെക്കാർക്ക് പരിചയമുണ്ട്. എല്ലാ ജുമഅക്കും വരാറുണ്ട്. ഇനി ഇയാൾ പറഞ്ഞ സത്യമാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെ? ഇയാൾ വന്ന അന്ന് ഒരൊറ്റ പെണ്ണുങ്ങൾ വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാർ ഇപ്പൊ എന്താ ധരിക്കുക? സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണ്. എന്നാലും അതല്ലേ സംഭവിക്കുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും, എല്ലാ വക്കത്തിലും പെണ്ണുങ്ങൾ വരും. ഇന്ന് ഇയാളെ കുത്തുബക്ക് എന്താന്ന് പോകാൻ പറ്റില്ല കേട്ടോ എന്ന് മറ്റേ ആളാണ്. ഇതല്ലേ പറഞ്ഞതിനർത്ഥം? സുഹൃത്തുക്കളെ, എല്ലാവരും ഞാൻ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ട് മൗല ഈ പച്ചക്കള്ളം പറയാന്ന് പറയണ്ട. നല്ല എ ക്ലാസ് മുസ്ലിയാരെന്നെ പറയട്ടെ എന്നുള്ള ആൾക്കാണ്. അതും സഖാഫി ബിരുദത്തിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയാണ്. അപ്പൊ അതുകൊണ്ട് കാര്യം വളരെ വ്യക്തമായല്ലോ. മൂപ്പരുടെ സ്വഭാവമാണിത്. പച്ചക്കള്ളം പറയാം, വല്ലാഹി പറയാ, സുമ്മ വല്ലാഹി പറയാ, അല്ലെങ്കിൽ കല്ല് വെച്ച നോണാന്ന് പറയാ, കണ്ണടച്ചാണ് ഇരുട്ടാക്കും. ആരെയാ ഇരുട്ടാക്കുന്നത്? ഇതാണ് എന്റെ ജനങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇയാൾ ഈ പച്ച മലയാളത്തിൽ കൃത്യമായി ഇങ്ങനെ പത്രങ്ങളോട് കള്ളം പറയുമ്പോ, മീഡിയകളോട് കള്ളം പറയുമ്പോ, ജനങ്ങൾക്ക് സുപരിചിതമല്ലാത്ത അറബി കിതാബുകളിൽ ഇയാൾ എത്രമാത്രം അട്ടിമറികൾ നടത്തും, ആയത്തിൽ എത്ര തിരിമറി നടത്തും, ഹദീസുകളിൽ എത്ര തിരിമറി നടത്തും. പാവപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. തീർന്നില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഇതങ്ങോട്ട് പറഞ്ഞപ്പോ കാന്തപുരം എന്ത് ചെയ്തു? പത്രസമ്മേളനം വിളിച്ചു. ജീവൻ ടിവിക്കാരി എന്ന് മൂപ്പരെടുത്ത്. അപ്പൊ മൂപ്പര് പിന്നെയും നുണ പറയണേ. എന്താ പറയണെന്നറിയോ? മൂപ്പര് പറയണേ എവിടെയും പോണില്ല, കേരളത്തിൽ മാത്രമുള്ളൂ എന്ന് പിന്നെയും പറയണത്. നോണ പറയാൻ യാതൊരു ലജ്ജയില്ല. ആ പത്രസമ്മേളനം കൂടി ഒന്നാണ് കാണിക്കുന്നത്. ടിവിയിൽ വന്ന ആ പത്രസമ്മേളനത്തിൽ മൂപ്പര് കളവ് ഉളുപ്പില്ലാതെ പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ സ്ക്രീനിലേക്ക്. ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം. അല്ല, സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അവരെ വീട്ടിൽ വെച്ചിട്ട് ചെയ്താലാണല്ലോ സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുക. ഒരു സ്ത്രീ നിർബന്ധമായും പള്ളിയിൽ പോകണം എന്ന് ഭർത്താവ് അവളോട് നിർബന്ധിക്കുമ്പോൾ സ്വാതന്ത്ര്യം കുറഞ്ഞു. അപ്പോ ഇതും വളരെ വ്യക്തമായി. മൂപ്പര് പോയിട്ട് ഇല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, പത്രസമ്മേളനത്തിലും പറഞ്ഞു കേരളത്തിലെ ചില മുജാഹിദ് ജമാഅത്ത് ലോബികളുടെ മാത്രമേ ഉള്ളൂ. എവിടെയും ലോകത്തൊരിടത്തും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഇയാള് ലോക ഏതാവോ? ഇങ്ങനെ കല്ല് വെച്ച നുണ, മൂപ്പര ഭാഷയിൽ പറഞ്ഞാൽ കല്ല് വെച്ച നുണ, യാതൊരു ഉളുപ്പില്ലാതെ ഇങ്ങാണ്ട് ഒരാൾ പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാള് ലോകപണ്ഡിതൻ. ലോകപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇയാളങ്ങനെ അനുയായികൾ ഇങ്ങനെ പൊക്കിയിട്ട് ഒരിക്കൽ കേരളയാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അനുയായികളൊക്കെ കോർത്ത് പിന്നെ ഇണക്കണ യാത്ര, കേരള യാത്ര. ആ യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ടൊരിക്കൽ ആരോ പറഞ്ഞു, ഞാനല്ല, ആരോ പറഞ്ഞു ഇയാളുടെ കേരളത്തിലെ ജനങ്ങളെയൊക്കെ ഒരുമിപ്പിക്കാനുള്ള കേരള യാത്രയെ പറ്റി ഒരു ഫലിത ബോർഡ് കണ്ടു. എന്താണ്? ഇയാളുടെ യാത്ര കാണുമ്പോൾ ഓർമ്മ വരുന്നത് വനത്തിലെ ചന്ദനങ്ങളും മരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി വീരപ്പന്റെ വനസംരക്ഷണ യാത്ര എന്നാണ് ഒരാൾ പറയണ്ടായി. കാരണം വനം മുഴുവൻ വെട്ടിവെളുപ്പിച്ച ആളാണ് വനസംരക്ഷണത്തിന് എടുക്കുന്നത്. ഇതുപോലെ കേരളത്തിലെ മുഴുവൻ മുജാഹിദിനെ കണ്ട വെള്ളം കൊടുക്കരുത്,
അവനെ കണ്ടാൽ വഴിമാറിപ്പോണം, പെണ്ണു കൊടുക്കരുത്, വേണമെങ്കിൽ അവരെ എല്ലാ നിലക്കും ശല്യം ചെയ്യണം, ഒരു നിലക്കും അവരോട് സ്നേഹിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തന്റേതല്ലാത്ത ആളുകളെ മുഴുവൻ ഭീകരവാദം നടത്തിയിട്ട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കേരളക്കര മുഴുവൻ കുഴപ്പമുണ്ടാക്കിയ സാക്ഷാൽ ശൈഖുനെയാണ് ഇണക്കാൻ വേണ്ടി യാത്ര പോയത്. തീർന്നില്ല. എന്നിട്ടോ ഞാൻ വലിയ ആളാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മൂപ്പരെന്ത് ചെയ്തു? മൂപ്പരുടെ അനുയായികളെ ഒരു പത്രസമ്മേളനം നടത്തുന്ന ഫോട്ടോ. എന്താണ്? വിദേശ ചാനലുകളൊക്കെ മൂപ്പരെ നേർക്കിങ്ങനെ ഞങ്ങളല്ലേ ജോർജ് ഡബ്ല്യു ബുഷും എന്നൊക്കെ നമ്മളെ സഖാഫി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അധികം പറയില്ല. ഈ ബുഷും ഒക്കെ അങ്ങനെ പത്രസമ്മേളനം നടത്തുമ്പോഴല്ലോ ഒരുപാട് വിദേശ ചാനലുകൾ. ആ ചാനലുകളോടൊപ്പം കാന്തപുരം അങ്ങനെ സംസാരിക്കുക. അപ്പൊ കാണുമ്പോൾ വിചാരിക്കൊണ്ട് ഓ നമ്മളെ ശൈഖുന ഇവിടെ അമേരിക്കയിലൊക്കെ പോയിട്ട് നടത്തിയ പത്രസമ്മേളനം, ക്ലിന്റനും കോഫി അണ്ണാനും ഒക്കെ അല്ലേ അവിടെയൊക്കെ പോയി നടത്തിയ പത്രസമ്മേളനം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സോവനീറിൽ ഇവരൊരു കള്ള ചിത്രം ഉണ്ടാക്കി. നോക്കണം നിങ്ങൾ കളവ്. കാന്തപുരത്തിന്റെ വേറൊരു ഫോട്ടോ വെട്ടിയെടുത്തിട്ട് അതിന്റെ കൂടെ കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു നിലക്ക് വിക്രിയകൾ ചെയ്തിട്ട് ഫോണ് കുറെ വിദേശ ചാനലുകൾ ഇയാളെ നേർക്കാൻ പിടിച്ചിട്ട് അതങ്ങട്ട് വേറെ പ്രത്യേക രൂപത്തിലാക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനം. വമ്പം കളവ്. ആ കളവിന്റെ കോലം ഞാൻ പറയണ്ട. ഞാൻ പറഞ്ഞാ പറയുന്ന ആളും ഈ പച്ചക്കള്ളം പറയണം. ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സഖാഫി ഉണ്ടല്ലോ, ഫസ്റ്റ് റാങ്ക് വാങ്ങിയ സഖാഫി, ആ സഖാഫി നിങ്ങളുടെ ആ വ്യാജ മാധ്യമ സമ്മേളനല്ലേ അതൊന്ന് വിശദീകരിക്കട്ടെ. വീണ്ടും സ്ക്രീനിലേക്ക്. ഇയാള് കണ്ട KK ഉസ്താദ് പഠിച്ച ആളയാള് KK ഉസ്താദിലെ സംസൂരമ, അവിടുത്തെ ഉസ്താദിലെ കണ്ണിയത്ത് ഉസ്താദ് 3 ഉസ്താദുമാരെയും മാറ്റി വെച്ചിട്ട് ഒരു സമസ്ത ഉണ്ടാക്കി. പോരാതെ ഉസ്താദുമാർക്കെതിരെ കേസ് കൊടുത്തു. ഇയാളെ മഹത്വമാണത്. ഈ ജാതി മഹത്വം പറയാനുള്ളത്. പിന്നെ മഹാനാണെന്ന കാലമാണ് ഉസ്താദ് ഇവരാ പഴയ സ്വഭാവത്തോടെ ആ പഴയ പഴമയും തനിമയും നിലനിർത്തി അല്ലാഹുവിന്റെ ദീനുമായി മുന്നോട്ട് പോകുമ്പോ ഈ രൂപത്തിൽ പത്രക്കാരുടെ പ്രത്യക്ഷപ്പെടാനില്ലല്ലോ. കണ്ടോ? ഈ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഫോട്ടോ ഏതാ? ഇത് കാണുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ് നാളെ അബ്ദുൽ ഖാസിർ ഇയാളെ കൈകൊണ്ടം കിട്ടാന്ന് ഇവരെ വിചാരം. കാരണം എന്താ? ബിൽ ക്ലിന്റനെ പോലത്തെ ജോർജ് ഡബ്ല്യു ബുഷിനെ പോലത്തെ ലോക രാഷ്ട്രനായകന്മാരെ മുന്നിലേക്ക് വരുന്നത് പോലെ ഈ കാണുന്ന ചാനലുകളുടെ മൈക്കുകൾ മുഴുവൻ കണ്ടപ്പോ ഇതുപോലത്തെ വലിയൊരു വാർത്താ മാധ്യമ സമ്മേളനം നടത്താൻ ഇയാളില്ലാതെ വേറൊരാൾക്ക് ഒരു മുസ്ലിം പണ്ഡിതന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേൾഡ് മുസ്ലിമിന്റെ നേതാവ് ഇയാളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം എവിടെ നടന്നു? നിങ്ങൾ തെളിയിക്കോ? ഇത് ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണ്. ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണ്. ഞാനിപ്പോ കാണിച്ചാൽ ധൈര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി വന്നോളൂ. ഇത് ഒപ്പിച്ചതാണ്. ഈ ബുക്ക് അള്ളാഹുവിന്റെ കുരുത്തക്കേടാണ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് ഇതേ ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇനി അതൊരു പത്രത്തിന്റെ കവറിന് വേണ്ടി വെറുതെ എന്തെങ്കിലും എഴുതിയതാണ്, അത് ചിത്രത്തിന്റെ രസത്തിന് വേണ്ടി കൊടുത്താണെന്നൊന്നും പറയണ്ട. എന്താണുള്ളത് ഉള്ളിലുള്ളത് ഞാൻ വായിച്ചാൽ ഇതിനുള്ളിൽ തന്നെയുണ്ട്. സംഭവം മനുഷ്യ മനസ്സുകളെ കോർത്തു പിന്നെ ഇണക്കാൻ വേണ്ടി യാത്ര ഉണ്ടാക്കിയ കേരള യാത്ര. ആ കേരള യാത്രയിലെ ഫോട്ടോ അടിക്കുന്നു. ഈ ഫോട്ടോയിൽ അടിക്കുറിപ്പ് ഞാൻ വായിച്ചത് യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനം. വിദേശ ചാനലുകളാണല്ലോ ഈ കാണുന്നത്. ഈ വിദേശ ചാനലുകൾക്ക് മുമ്പിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നതായ ഒരു ഫോട്ടോ ഇവര് പ്രസിദ്ധീകരിക്കുകയും ഇത് വാർത്താ മാധ്യമ സമ്മേളനമാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയും കളവാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഏതാണ് ആ ഫോട്ടോ? ഇയാളിങ്ങനെ എഴുതുന്ന ഫോട്ടോ. ഇയാൾ എഴുതുന്നൊരു ഫോട്ടോ ആണ്. ഇതിന്റെ അടിയിൽ കൊടുത്തതോ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ യാത്രയിലെ വിശ്രമത്തിനിടയിൽ ഒരു ദിവസം ഇങ്ങനെ എഴുതുകയാണ്. ഈ എഴുതുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ശരിക്കും സൂക്ഷിച്ചോ. ഇതേ ഫോട്ടോ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന മൈക്കിനെ അതേ ഫോട്ടോ, 2 ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. താടിക്ക് കുഴപ്പമില്ല, മുടിക്ക് കുഴപ്പമില്ല, തലയെക്കെട്ടിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്നിനും കുഴപ്പമില്ല. അതേ കോലത്തിൽ കൊണ്ടുവന്ന് 2ഉം ഒന്നിച്ച് വെച്ച് നോക്കുക. 2ഉം ഒന്നിച്ച് വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിലൂടെ കൊണ്ടുവന്ന് ഒപ്പിച്ചിട്ട് കൊടുത്തു. ഇതാരെ പറ്റിക്കാനാണ്? സമസ്തക്ക് മഹത്തുള്ള ഒന്നും പറയാനില്ലെങ്കിലും
ഒന്നും പറയാനില്ലെങ്കിലും ഈ ജാതി തട്ടിപ്പുകൾ ഇന്ന് വരെ സമസ്തയുടെ ഒരൊറ്റ ഉലമാക്കൾ നടത്തിയിട്ടില്ല. സുഹൃത്തുക്കളെ കേട്ടില്ലേ? ഉളുപ്പില്ലാതെ കളവ് പറയുന്നത് ശിഷ്യൻ തന്നെ വിശദീകരിക്കുകയാണ്. പത്രസമ്മേളനം നടത്തി അങ്ങനെ എല്ലാ രംഗത്തും ഈ നിലക്ക് കളവുകൾ പറയാന്ന് മാത്രല്ല, മുജാഹിദുകളുടെ പേരിൽ ഇവരെല്ലായിടത്തും എന്താ പറയണെന്നറിയോ? ഇവര് പരപുരുഷന്മാരോടും പരസ്ത്രീകളും കൂടി ഒരുമിച്ചാണ് പൊതുരംഗ പ്രവേശന്റെ പേരെടുത്ത് ഇവരാണും പെണ്ണൊക്കെ ഒരേ വേദിയിൽ പങ്കെടുക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്താറുണ്ട്. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്താറുണ്ട്. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ, സമയം വളരെ വൈകിപ്പോയി. എങ്കിലും ഞാൻ വിശദീകരിക്കാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇവരുടെ നേതാക്കന്മാര് പരസ്ത്രീകളുടെ കൂടെയുള്ള ഫോട്ടോകളൊന്ന് കാണണം നിങ്ങൾ. ആദ്യം പ്രസിഡന്റ് മുതൽക്ക് തുടങ്ങാം. ഉള്ളാള് സയ്യിദ് കുഞ്ഞിക്കോയ, ഉള്ളാള് തങ്ങൾ ആരുടെ കൂടെയാണ്? ഇന്ദിരാഗാന്ധിയുടെ കൂടെ. ഉള്ളാള് ഇന്ദിരാഗാന്ധിയുടെ കൂടെ. ഇന്ദിരാഗാന്ധി ഭാര്യ പരപുരുഷനെ. തങ്ങളെ ഉള്ളാള് തങ്ങളെ നിങ്ങൾ പരപുരുഷനല്ലേ? ഇങ്ങേപ്പുറത്ത് ഗുണ്ടുറാവു, അതിന്റെ ഇങ്ങേപ്പുറത്ത് ഇന്ദിര. എവിടുന്നാ ഇറങ്ങുന്നത്? മുഹമ്മദ് ഷരീഫുൽ മദനിയുടെ ദർഗയിൽ. പറ്റുമോ നിങ്ങൾക്ക്? പ്രസിഡന്റ് അല്ലേ അന്യമണ്ണിന്റെ കൂടെ? തീർന്നില്ല. അടുത്തത് കേട്ടോളിയും. അടുത്തത് കാന്തപുരം അന്യസ്ത്രീയുടെ കൂടെയുള്ള ഫോട്ടോ നോക്കൂ നിങ്ങൾ. ആരുടെ കൂടെയാണ്? ഡോക്ടർ എം ലില്ലി എന്നിവർക്ക് സമീപം. ആരാണ്? കാന്തപുരം ഡോക്ടറുടെ കൂടെ. അതും അന്യസ്ത്രീയല്ലേ? എത്രണ്ണം വേണം നിങ്ങൾക്ക്? ഇനിയും തീർന്നോ? തീർന്നിട്ടില്ല. മുഷാവറ മെമ്പർമാര് ഒന്നാകെ പരസ്ത്രീകളുടെ ഒപ്പം. വെറും കാന്തപുരം ഉള്ളാളും മാത്രല്ല, പൊന്മളന്റെ ചിത്രത്തിൽ എല്ലാ നേതാക്കന്മാരുണ്ട്. പരസ്ത്രീകൾക്ക് നടുവിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് പോയിട്ട് നിൽക്കാണ്. ഇത് പറ്റുമോ? ഹിജാബില്ലാതെ പോയി നിൽക്കാൻ പറ്റുമോ? ഹിജാബില്ലാതെ അവരോട് വിഷയം ചോദിക്കാൻ പറ്റുമോ? ഹിജാബിന്റെ പിന്നിൽ വെച്ചല്ലാതെ സംസാരിക്കാൻ പാടുണ്ടോ? അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പ്രസംഗിക്കാറുള്ളത്? എന്തേ നിങ്ങൾ ഈ അന്യ സ്ത്രീകളുടെ ഇടയിൽ പോയി നിൽക്കുന്നത്? എന്തേ നിങ്ങൾ ഈ പണി ചെയ്യുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ രൂപത്തിലെല്ലാം ചെയ്യുകയും എന്നിട്ട് പറയുന്നത് ഞങ്ങളിതൊന്നും ചെയ്യൂല. തീർന്നിട്ടില്ല സുഹൃത്തുക്കളെ. സിറാജ് പത്രത്തിൽ വന്ന ചില പരസ്യങ്ങൾ, സിറാജ് പത്രത്തിൽ നിങ്ങൾ കൊടുത്ത ചില പരസ്യങ്ങൾ കൂടി ഒന്ന് കാണണം ഈ സമൂഹം. എന്തിനാണെന്നറിയോ? ആദ്യം സിറാജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പരിചയപ്പെടുത്താം. സിറാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറാജിന്റെ പ്രത്യേകത, സിറാജിന്റെ പോരിശ കേട്ടോളിൻ. സിറാജിനെ വളർത്തിയെടുക്കുക. സിറാജിലുള്ളത് ഇത് സിറാജ്. ഈ സിറാജിൽ തന്നെ കാണാം സിറാജിനെ വളർത്തിയെടുക്കുക. ഒരു കേട്ടോളിൻ. സമസ്തക്ക് ദിനപത്രമില്ലെങ്കിലും ആ കുറവ് നികത്തിക്കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ജിഹ്വയായി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ജിഹ്വയായി തൗഫീഖ് പബ്ലിക്കേഷൻസ് നടത്തുന്ന സിറാജ് ദിനപത്രം സുന്നികളുടേതാണെന്നും അതിന്റെ പ്രചരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി കേരളത്തിലെ മുഴുവൻ സുന്നികളും ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും സമസ്ത കേരള സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കൗൺസിൽ അംഗീകരിച്ച ഒരു പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പത്രാണിത്, സംശയമില്ലല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ പത്രം ഇനി എവിടേക്കാ ക്ഷണിക്കണെന്ന് കേട്ടോളി. ഇത് സിറാജ്. ഈ സിറാജിൽ എവിടേക്കാ ക്ഷണിക്കണേ? മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപും നിങ്ങളുടെ ഇഷ്ടനായിക കാവ്യ മാധവനും നിങ്ങളെ നേരിൽ കാണാൻ ക്ഷണിക്കുന്നു. നോക്കി നിങ്ങൾ, ആരാ വിളിക്കുന്നത്? മലയാളത്തിലെ ആരെങ്കിലും ദിലീപോ മറ്റോനോ കാവ്യ, നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് സിറാജില പരസ്യം. ആരാങ്ങളെ വിളിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടനായിക കാവ്യാമാധവൻ നിങ്ങളെ നേരിൽ കാണാൻ ക്ഷണിക്കുന്നു. സിറാജിലാണ്. കാണുന്നുണ്ടോ? അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ എന്തിന്റെ പരസ്യാന്നറിയോ? തൊട്ടിപ്പുറത്തുള്ള പരസ്യം എന്താ? സ്വലാത്തും സ്വീകരണ സമ്മേളനവും. സ്വലാത്ത് നഗർ മലപ്പുറം. രണ്ടും യോജിക്കും. നല്ല പരിപാടി, എ ക്ലാസ് കോമ്പിനേഷൻ, നല്ല യോജിപ്പുണ്ട്. കാവ്യാമാധവൻ മാത്രല്ല, വേറൊരു സിറാജും കൂടെ കണ്ടോളി. ഇതാ അടുത്ത സിറാജില് നിങ്ങളുടെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ
സൽമാൻ ഖാനും നിങ്ങളുടെ ഇഷ്ട നായിക നവ്യ നായരും നിങ്ങളെ നേരിൽ കാണാൻ ക്ഷണിക്കുന്നു സിറാജിലേക്ക്. പേരോടനൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. നവ്യ, കാവ്യ ഒക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. ചെല്ലാണ്ട് അതിന്റെ അപ്പുറത്ത് തന്നെ പരസ്യം എന്താണ്? സുന്നി സമ്മേളനം. അപ്പൊ യോജിച്ചില്ലേ? സുന്നി സമ്മേളനത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന ആരൊക്കെ വരുന്നു? ഇമാമിങ്ങള് ബീവിമാര് ഒക്കെ വരുന്നുണ്ട്. ആ നിലക്ക് നിങ്ങൾ പരസ്യം കൊടുത്തില്ലേ? ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണോ? ഇതാണോ നിങ്ങളെ സുന്നത്ത് ജമാഅത്ത്? സിനിമാ നടന്മാരെയും നടികളുടെയും ഔറത്ത് മറക്കാത്ത ഫോട്ടോ കൊടുത്തിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾ ഈ സമുദായത്തോട് പറയണം, സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയാണെന്നല്ല പറഞ്ഞത്, സുന്നികൾ ഇതിനെ വളർത്തണമെന്നല്ലേ പറഞ്ഞത്, സുന്നികളുടെ പത്രമാണെന്നല്ലേ പറഞ്ഞത്. ആ സുന്നികളുടെ പത്രത്തിൽ നിങ്ങൾ നൽകുന്നത് ഇത്തരത്തിലുള്ള പരസ്യങ്ങളാണെങ്കിൽ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഗുഡ് ബൈ ചൊല്ലി ഇസ്ലാമിനോട് വിട പറയാൻ നേരായി അല്ലേ? എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തിലെ മുസ്ലിമീങ്ങളെ? എന്നിട്ടോ